നന്മയായാലും തിന്മയായാലും, ഉയർച്ചയായാലും തളർച്ചയായാലും, കുതിപ്പായാലും കിതപ്പായാലും, ആരോഗ്യമായാലും രോഗമായാലും, എൻ്റെ ജീവൻ്റെ അന്ത്യശ്വാസം വരെ അങ്ങയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിപ്പാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ഈ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന ഒരു രാത്രിയായി രാത്രി തീരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പൊരുതി പ്രാർത്ഥിക്കുന്ന ഒരു രാത്രിയായി രാത്രി തീരട്ടെ. നിങ്ങളുടെ നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിങ്കിലേക്ക് അലയടിച്ചുയരട്ടെ. ഈ ആരാധനാലയത്തിന് മീതെ ദൈവത്തിൻ്റെ തേജസ് എഴുന്നള്ളി വസിക്കട്ടെ. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വ്യാപാരം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെയും ആത്മാവിൽ പൊതിയുന്ന പകലായി തീരേണ്ടതിന് ഒന്നിച്ച് എൻ്റെ മുൻപിലിരിക്കുന്ന ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇരുന്ന് അന്യഭാഷയിൽ അല്പം മിനിറ്റുകൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസനും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ഒരുപോലെ പ്രാർത്ഥനാ നിരതരാകുക. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കാതിരിക്കത്തക്ക വിധം നിങ്ങളുടെ വാഗ്ദത്തത്തിനെതിരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ, നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനെതിരെ, നിങ്ങളുടെ തലമുറകൾക്കെതിരെ പണമുയർത്തി നിൽക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങൾ ഇന്ന് രാത്രിത്തെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറിയിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ കർത്താവ് അടിമുടി ഉടച്ചു വാർക്കുന്ന മറക്കാൻ കഴിയാത്ത ആത്മപ്രവാഹത്തിൻ്റെ രാത്രിയായി തീരുവാൻ നമുക്കെല്ലാവർക്കും ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് രാത്രിയിൽ അടുത്തു വരുന്നു. ജീവന്റെ വചനം ഇന്ന് രാത്രി ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ അകത്തെ മനുഷ്യനിൽ അത് ശക്തിയായി വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി ഗ്രഹിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. കർത്താവ് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരെ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചതിന് ശേഷം അവിടുത്തെ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി വിളമ്പി കൊടുത്തിട്ട് 12 കൊട്ട നിറച്ചെടുക്കത്തക്ക വിധത്തിൽ പകർച്ചകളോടെ അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിയതുപോലെ ഇന്ന് രാത്രിയിൽ വചനമാകുന്ന ജീവന്റെ അപ്പം അവിടുത്തെ മുറിവേറ്റ കരങ്ങളിൽ എടുത്ത് എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും മുറിച്ച് വിളമ്പി ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തി വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ഏകാഗ്രതയോടെ ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആത്മീയ ശുശ്രൂഷ ഒരു കലാപരിപാടിയല്ല. നമുക്കറിയാം, സദസ്സിനെ കുടുകൂടെ ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരുപാട് ചിരിമരുന്നുകൾ ഉപയോഗിക്കുന്ന ആത്മീയ ശുശ്രൂഷകളുണ്ട്. നിങ്ങളാരും ഇന്ന് രാത്രി ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് രാത്രി കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരെ ഉണർത്തുന്ന ഇക്കിളിപ്രയോഗങ്ങളിലൂടെ അവരുടെ വൈകാരികതകളെ ഇക്കിളിയിട്ടുണർത്തി അവരിൽ ചിരിമരുന്ന് ഉപയോഗിക്കാനുള്ള ചിന്തകൾ അല്ല. ഇന്ന് രാത്രി അനുതപിപ്പാനും കരയാനും ദൈവാത്മാവ് നമ്മെ ക്ഷണിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി തിരുവെഴുത്തുകളെ വചനത്താൽ വ്യാഖ്യാനിക്കാൻ ശ്രദ്ധിപ്പാൻ കഴിയണം. ദൈവഹിതം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, നമ്മുടെ ജീവിതത്തിൻ്റെ ജനനം എന്ന 3 അക്ഷരത്തിൽ തുടങ്ങി, ജീവിതം എന്ന 3 അക്ഷരത്തിൽ തുടർന്ന്, മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിച്ച്, നിത്യത എന്ന 3 അക്ഷരത്തിലേക്ക് യാത്ര ചെയ്ത് സ്വർഗം എന്ന 3 അക്ഷരത്തിലോ നരകം എന്ന 3 അക്ഷരത്തിലോ എത്തിച്ചേരുവാൻ യാത്ര ചെയ്യുന്ന ഈ യാത്രക്കാരായ നമ്മുടെ ജീവിതത്തിൽ മറ്റാർക്കും അറിയാത്ത ചില പദ്ധതികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ചു വളരുന്നതിന് മുൻപ് തന്നെ നാം എവിടെ ജനിക്കണം, നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണം, നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, നമ്മുടെ വരുമാന മാർഗം എന്താകണം, നമ്മുടെ ജീവിത പങ്കാളി ആരാകണം, നമ്മുടെ ജനനം മുതൽ മരണം വരെ ഈ ഭൂമിയിൽ നാം കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം
ഈ ഭൂമിയിൽ നമ്മെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മഹത്തായ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. സാധാരണ പദ്ധതിയല്ല. പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടുകേഴ്വിയില്ലയോ? പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകിമാറി ജഡം ക്രമാൽ എന്ന് മേരി ജോൺ തോട്ടം കുത്തിക്കുറിച്ചതുപോലെ ഈ ഭൂമിയിലെ ഉന്നതന്മാർ മരണം വഴി കടന്നുപോയി. ഞാനും നിങ്ങളും കർത്താവിൻ്റെ മടങ്ങിവരവ് താമസിച്ചാൽ 70, 80 അല്ലെങ്കിൽ 90, 100 വർഷത്തിൻ്റെ ഇടയിൽ ഈ മണ്ണ് വിട്ട് മടങ്ങേണ്ടവരാണ്. ഈ കൊച്ചായുസിൽ നമ്മെക്കുറിച്ച് നിത്യത വരെ പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഒരു വസ്തുത ഓർക്കുക, വിശുദ്ധ തിരുവെഴുത്ത് അലംഘനീയമായി നമ്മോട് പറയുന്നു, നിന്റെ വലങ്കരത്താൽ നീ എന്നെ പിടിക്കും. അടുത്ത വാചകം, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അങ്ങനെയാണെങ്കിൽ ആലോചനയുടെ പാതയാണ് വലങ്കരത്താൽ പിടിക്കപ്പെടുന്നത് മുതൽ ഒരു ദൈവപൈതലിന് ഒരുക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിന്റെ മഹത്വയാത്ര വരെ ദൈവത്തിൻ്റെ നിത്യതയുടെ പ്ലാനിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയത്തക്ക വിധത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അങ്ങനെയെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതൽ ഈ ജനനാനുഭവത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ പ്രാഥമിക അനുഭവത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അക്ഷരമാലയുടെ ആദ്യ അക്ഷരം വീണ്ടും ജനനമാണ്. എന്നാൽ ദൈവവചന പ്രകാരം ആ വീണ്ടും ജനനം എന്ന ദൈവരാജ്യത്തിൻ്റെ പടിക്കെട്ടിലെത്തിയ നിങ്ങൾ ഇനിയും ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയാകുന്ന ഒരു നിത്യതയുടെ പ്രവേശന ഘട്ടം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ഘട്ടം വരെ ഇവിടെ യാത്ര ചെയ്യാൻ ഒരു യാത്രാ സരണിക ദൈവം നമുക്കായി വെട്ടി തുറന്നിട്ടുണ്ട്. ആ യാത്രാ സരണിക എന്തായിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തിലെ ആദ്യത്തെ സഭാചരിത്രത്തിൽ ഏറ്റവും ഗൗരവമായി ദൈവത്തിൻ്റെ ഹിതം ഒരു ഭക്തനെ കുറിച്ച് കഷ്ടതയിൽ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങുകയാണ്. വേദപുസ്തകം തുറക്കാം. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 22-ാമത് വാക്യം. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കുക. നമ്മുടെ ചിന്തകളെ ഉടച്ചു വാർക്കുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകളെ ദൈവിക ദർശനത്തിലേക്ക് നടത്തുന്ന ഒരു മനോഹര ധ്യാനമായി ആ ഭാഗം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഉറയ്ക്കട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും കൂടെ പ്രാരംഭത്തിൽ ഒന്ന് ഒരുമിച്ച് വായിക്കണം. അതിനുശേഷം നമുക്ക് ദൈവത്തിന് സ്തോത്രം ഒരാൾ ആ ഭാഗം എടുത്ത് വായിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവം നിങ്ങൾ ഈ ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരണം. 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നാം വായിക്കുന്നു. ഇവിടെ ഈ വായിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് ക്ഷണിക്കുകയാണ്. ആദ്യം നമുക്ക് ഒന്നിച്ച് വായിക്കാം. നമുക്ക് ഓർക്കണം, പ്രവർത്തികളുടെ പുസ്തകം എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതുന്നതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൻ്റെ കാലഘട്ടത്തെ നാം തുടർന്ന് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ഈ വാക്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. ഒരുമിച്ചൊന്ന് വായിക്കാം. 14-22. വിശ്വാസത്തിൽ ശബ്ദമുയർത്തി, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഒന്നുകൂടെ ഒന്ന് ചേർന്ന് വായിച്ചാട്ടെ. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. നമുക്ക് ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി ആ വചനം ഒന്ന് വായിക്കണം. വളരെ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കുക. കഷ്ടതയിൽ ഒരു ഭക്തനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, അതാണ് ഞാനിപ്പോൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാപൂർവ്വം വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. പ്രവർത്തികളുടെ പുസ്തകം 14-22 ഒന്നുകൂടെ വായിക്കാം. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ വാക്യം ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് ആവർത്തിച്ചുരുവിടുന്നത് നന്നായിരിക്കും. വിശ്വാസത്തിൽ പണ്ട് ഈ കഷായം കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തവരായിരുന്നില്ലേ നമ്മുടെ വല്യപ്പച്ചന്മാരുടെയും അപ്പച്ചന്മാരുടെയും ഒക്കെ നമ്മുടെ കുട്ടിക്കാലമേ? ഇഷ്ടമുള്ളത് കൊണ്ടാണോ കഷായം കുടിക്കുന്നത്? കഷായം കുടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ? കരപ്പൻ എന്ന് പറഞ്ഞൊരു സൂക്കേട് അന്ന് വ്യാപകമായിട്ടുണ്ടായിരുന്നു. ആ കടുങ്കാപ്പിയുടെ കളറുള്ള കട്ടിക്കഷായം എടുത്ത്
അങ്ങോട്ട് വെച്ചതിന് ശേഷം കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പ്രക്രിയയൊക്കെ വല്ലാത്ത പ്രക്രിയ. സ്തോത്രം. ഒടുവിൽ മുട്ടിനിടയിലോട്ട് കയറ്റി അങ്ങോട്ട് പിടിച്ചു നിർത്തി. 2 കൈയും പുറകിൽ പ്രായമുള്ളവർ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ഈ കട്ടിക്കഷായം, അസ്ഥി കഴിക്കുന്ന ഈ കഷായം വായിലോട്ട് ഒഴിച്ചു തരും. ഈ സമയം മുഖം നല്ല സൗന്ദര്യമായിരിക്കും അല്ലേ? സ്തോത്രം. ഇത് കഴിഞ്ഞ് ചില ചക്കരയോ തേനോ ഒക്കെ വായിൽ പുരട്ടി കക്ഷിയെ ആശ്വസിപ്പിക്കുന്നതും ഓർമ്മ കാണുമല്ലോ കുടിച്ചിട്ടുള്ളവർക്ക്. എന്തിനാ ഈ ഭഗീരഥ പ്രയത്നം ചെയ്യുന്നേ? ഇവത്തേൽ ഒരു തുടം എൻ്റെ കൊച്ചൻ്റെ അകത്ത് ചെന്നാൽ പിത്തശൂലം മാറുമെന്ന് ഉറപ്പാ. അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ഈ ചിന്തിക്കുന്ന ചിന്ത ചിലത് നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് അല്പ മിനിറ്റുകൾ ഈ വചനത്തിൽ നിങ്ങളുടെ ഹൃദയം ആഴത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ കൃപാവരങ്ങളെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ്. പ്രവചന നിയോഗങ്ങളും ദൈവിക വെളിപ്പാടുകളും എൻ്റെ ശുശ്രൂഷയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ പോലെ ഞാൻ ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ പരമാർത്ഥികളായ വിശ്വാസികളെ ആബാധ ചൂട മുടിച്ചു കളയുന്ന ഒരുപാട് വിഷവിത്തുകൾ ഇതിനകത്ത് പ്രവചനത്തിൻ്റെ പേരിൽ മറഞ്ഞിരിപ്പുണ്ട്. ഈ ബന്ധനം, പോരാട്ടം, കെട്ട്, ഈ 3 പ്രയോഗങ്ങൾ ആവർത്തിച്ചുപയോഗിച്ച് മുതലെടുപ്പ് നടത്തുന്ന ഒരു സമൂഹം ഈ ആത്മീയ ലോകത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ബന്ധനം, പോരാട്ടം, കെട്ട്, പോരാട്ടം, ബന്ധനം, കെട്ട്, ബന്ധനം, പോരാട്ടം, കെട്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ നോട്ടമിട്ട സ്ഥാനത്ത് നിന്ന് പട്ടുമെത്തയുടെ അവസ്ഥ തന്ന് മാനിച്ചുയർത്തിയവൻ ഞാനല്ലേ മോനെ എന്ന് ഒന്ന് പറഞ്ഞേക്കാങ്കിൽ കൂടുതൽ ഒന്നും പറയണ്ട. തറയിലിരുന്നാലും തറ തൊടാതെ ആരാധിച്ചു കളയും. ആരാധിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മുൻപേ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ഒരു വസ്തുത ഓർക്കുക. ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കളെക്കാൾ ഞാൻ സഹിക്കുന്ന മുള്ളുകൾക്ക് പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം മറഞ്ഞിരിക്കുന്നെന്ന് കാണാൻ കഴിയുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അടിവരയിട്ട് കേട്ടുകൊള്ളുക. നീ കുടിച്ചു തീർത്ത വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കി തീർത്ത കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കഷ്ടതയുടെ പുറകിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം കണ്ടുപിടിക്കാൻ നമ്മുടെ കണ്ണ് തുറക്കുന്ന രാത്രിയായി രാത്രി തീരണം. എല്ലാ കഷ്ടതയും ഒരുപോലെയുള്ള കഷ്ടതയല്ല. പോരാട്ടമിട്ട്, ബന്ധനമിട്ട്, ബന്ധന ശക്തികളിട്ട്, അന്ധകാരത്തിന്റെ കൂച്ചു വിലങ്ങിട്ട് പിടിയും വലിയും കോച്ചും കൊളുത്തുമായി പോരാടുന്ന പോരാട്ട ബന്ധനങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ സ്തോത്രം പറയും. അതൊന്നും സ്തോത്രം പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോത്തിക്കീരികളുടെ ചികിത്സ പോലെയുള്ള ശുശ്രൂഷ ആത്മീയ ലോകത്തിന് അപകടകരമാണ് എന്ന് പറഞ്ഞാൽ, പണ്ട് അപ്പോത്തിക്കീരികൾ എന്ന് പറഞ്ഞ പ്രത്യേക ചികിത്സാ വിഭാഗക്കാർക്ക് ഒരു പ്രത്യേകതരം ലായിനി കലക്കി വെച്ചിരിക്കുക. ക്യാൻസർ മുതൽ എയ്ഡ്സ് വരെ എന്താ വന്നാൽ യുവത്തേൽ ഒരു തുടം കൊടുക്കുക. അതുപോലെ കയറി വരുന്നത് സകലം ബന്ധനമാണെന്ന് വ്യാഖ്യാനിക്കുക. അല്ല, ചില കഷ്ടത ബന്ധനമാകാം, ചില കഷ്ടത ശിക്ഷയാകാം, ചില കഷ്ടത പരീക്ഷയാകാം, ചില കഷ്ടത പരിശോധനയാകാം, ചില കഷ്ടത ബാലശിക്ഷയാകാം. വിവേചിച്ച് തിരിച്ചറിയാൻ കണ്ണുകൾ തുറക്കുന്ന ഒരു ദൈവപൈതൽ ഭാഗ്യശാലിയാണ്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്ക് നടുവിൽ തിരിച്ചറിയുക, നിന്റെ കഷ്ടതയുടെ പുറകിലെ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ജുവൽ ഹോമിൽ ഒക്കെ നമ്മൾ പോയാൽ, രത്നം വിൽക്കുന്ന ഇടത്ത് പോയാൽ, അല്ല സ്വർണം വിൽക്കുന്ന ഇടത്ത് പോയാൽ, നിങ്ങൾ ജൂവലറികൾ സന്ദർശിച്ചാൽ ജൂവലറികളിൽ തയ്യാറാക്കിയ മനോഹരമായ മോതിരമോ സ്വർണ്ണാഭരണങ്ങളോ വെച്ചിരിക്കുന്നത് വെള്ള പേപ്പറിലല്ല, കറുത്ത പട്ടിനകത്താണ്. ഈ കറുത്ത പട്ടിനകത്ത് നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വജ്ര, രത്ന, സ്വർണ്ണ ഉപകരണങ്ങൾ കാണുമ്പോൾ വല്ലാത്ത തിളക്കം വെളിപ്പെടും. ഇതുപോലെ കഷ്ടതയാകുന്ന കറുത്ത പട്ടിനകത്താണ് നിനക്ക് വേണ്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് കാണാൻ ഒരു ഭക്തന്റെ കണ്ണ് തുറക്കണമെങ്കിൽ ആത്മീയ ദർശനമകത്ത് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രവർത്തികളുടെ പുസ്തകം, ശരിക്കും പറഞ്ഞാൽ പ്രവർത്തികളുടെ പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വാക്യത്തിലേക്ക് വേഗം ഒന്ന് പോകണം. എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, പ്രവർത്തികളുടെ പുസ്തകം എത്ര അധ്യായമുണ്ട്? എത്ര അധ്യായമുണ്ട്? തുറന്നു നോക്കിയൊന്നും വേണ്ട, 28 അധ്യായമുണ്ട്. ഈ 28 അധ്യായത്തിനകത്ത് ആ കാലഘട്ടത്തിലെ കീസ്റ്റോണായ
2-3 സംഭവങ്ങളില്ല. നിങ്ങൾക്കറിയാം, AD 64 മുതൽ 68 വരെയാണ് ക്രൈസ്തവ സഭാ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനും നീചനും പിശാച് അക്ഷരാർത്ഥത്തിൽ ബാധിച്ച ഒരു മനോരോഗി എന്ന് പറയാം. മനോരോഗി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനോരോഗിയല്ല. നീറോ എന്ന പേരിന്റെ നേരിട്ടുള്ള അർത്ഥം അക്കമായി ചിത്രീകരിച്ചാൽ അതാണ് 666. ചരിത്രം പഠിച്ചാൽ ഈ നീറോ സാധാരണക്കാരനല്ല. സ്വന്തം പെറ്റമ്മയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോൾ ആ കഴുത്ത് ഞെരിച്ചു കൊല ചെയ്യപ്പെടുന്നതിന്റെ പെടച്ചിൽ മുൻപിൽ കാണുന്നതിലൂടെ വൈകാരിക സംതൃപ്തി അനുഭവിച്ചൊരു മനോരോഗിയായിരുന്നു നീറോ. 2 ഭാര്യമാരെ സ്വന്തം കരങ്ങൾ കൊണ്ടാണ് നീറോ കൊന്നത്. അവസാനം നീറോ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നീറോ ചെയ്ത കുടിലത, ക്രൂരത മനസ്സിലാക്കിയാൽ ക്രൈസ്തവരെ കൊല്ലുമ്പോൾ ഇരയുടെ മരണപ്പിടച്ചിൽ മുൻപിൽ കണ്ടുകൊണ്ട് ശാരീരികമായൊരു മാനസിക സുഖം ആസ്വദിക്കേണ്ടതിന് റോമൻ പട്ടണത്തിലെ കൊട്ടാര വീഥിയുടെ മുൻപിലെ മനോഹരമായ പൂന്തോട്ടത്തിനകത്ത് ഇരുമ്പ് തൂണുകൾ നിർത്തിയിട്ട് ക്രൈസ്തവരെ മെഴുക് ശീലകൾ ചുറ്റി നിർത്തിയതിനു ശേഷം ഒടുവിലത്തെ ക്രൈസ്തവനെയും തീ കൊടുത്ത് കൊല്ലുമ്പോൾ പിടയ്ക്കുന്ന ക്രൈസ്തവരുടെ ഡെഡ് ബോഡികൾക്കിടയിലൂടെ വിവസ്ത്രനായി കുതിരപ്പുറത്ത് നടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളിന്റെ പിടച്ചിൽ ആസ്വദിച്ച വ്യക്തിയാണ് നീറോ. എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ നേച്ചറായിരുന്നു നീറോയുടേത്. എന്ന് പറഞ്ഞാൽ അത്ര ക്രൂരൻ. അന്നറിയപ്പെട്ട 2 ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കുമ്പോൾ 2 പേരും ഒരു ജയിലറയിൽ നിന്നാണ് മരണത്തെ വരിക്കാൻ പോയത്. അതിൽ നീറോയുടെ ഭരണത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്താഞ്ഞതിന്റെ കാരണം ഓർക്കുക, ആ ഭരണവും ക്രൂരമായ 2 അഭിഷിക്തന്മാരുടെ മരണവും സംഭവിക്കുന്നതിന് മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീർന്നു എന്നർത്ഥം. AD 68 ധന്യനായ പൗലോസ്ലിയെ ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് കുനിച്ചു നിർത്തി കഴുത്ത് വെട്ടിമാറ്റുമ്പോൾ ആ കൊലയുടെ ഓർഡർ പുറപ്പെടുവിച്ചത് നീറോയാണ്. അദ്ദേഹത്തെക്കുറിച്ചോ പൗലോസിന്റെ മരണത്തെക്കുറിച്ചോ ഒരു വാക്ക് പരാമർശിക്കാതെ വാടക വീട്ടിൽ പാർത്തു എന്ന് പൗലോസിനെ കുറിച്ച് പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം കുറിക്കുന്നതിനാൽ AD 68 മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീർത്തു എന്നർത്ഥം. AD 70 യെരുശലേം ദൈവാലയത്തിന്റെ തകർച്ചയുണ്ടായത്. യെരുശലേം ദൈവാലയം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീർത്തതെങ്കിൽ കുറഞ്ഞപക്ഷം AD 64 മുൻപ് അപ്പസ്തോലിക സഭയിൽ സെഹിയോൻ മാളിക മുറിയിൽ ആത്മപ്രവാഹം ഇറങ്ങിയതിനും ആ ദുരന്ത കാലഘട്ടത്തിന് തിരശീല ഉയരുന്നതിനും ഇടയിലുള്ള 3.5 പതിറ്റാണ്ട് കൊണ്ട് എഴുതിയ ട്രിക്കില്ലാത്ത തിരഞ്ഞെടുപ്പിൽ തുടങ്ങുന്ന സഭാചരിത്രമാണ് പ്രവർത്തികളുടെ പുസ്തകം. ട്രിക്കില്ലാത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്ന സമയം ചീട്ടിട്ട് തിരഞ്ഞെടുത്തതിനെ കുറിച്ചാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 35 വർഷത്തെ വളച്ചുകെട്ടില്ലാത്ത സഭാചരിത്രത്തിൽ അന്നത്തെ ശുശ്രൂഷയുടെ അകക്കാമ്പ് പ്രഭാഷണത്തിൽ മുറ്റി നിന്ന ശൈലി എന്തായിരുന്നു? അന്നത്തെ പ്രഭാഷണത്തിൽ ദൈവജനത്തെ ഉറപ്പിക്കാൻ കർത്തൃദാസന്മാർ ഉപയോഗിച്ച സന്ദേശത്തിന്റെ അകക്കാമ്പ് ഇതായിരുന്നു. സ്തോത്രം. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും ബാക്കി എന്ന് പറഞ്ഞ ശബ്ദം ഉയർത്തി. ഇങ്ങനെ നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. ആധുനിക വേദശാസ്ത്ര വ്യാഖ്യാനങ്ങളിൽ പടിഞ്ഞാറൻ കാഴ്ചപ്പാടുകളെ വെച്ചു പുലർത്തുന്ന ജനത്തിന്റെ വൈകാരികതയിൽ തൊട്ടുണർത്തുന്ന ഒരു തരം ആത്മീയ ശുശ്രൂഷകളെക്കാൾ കറപറ്റാത്ത ജീവന്റെ വചനം പറയുന്നു, ഒരു ദൈവ പൈതലിനെ നിത്യതയിലെത്തുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ കഷ്ടതയുടെ പാത ദൈവം അനുവദിക്കും. ആ കഷ്ടതയുടെ പാത കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന പദ്ധതി എന്താണെന്ന് കാണാൻ നീ എന്റെ കണ്ണ് തുറക്കണമേ എന്ന്. ഒരു നിമിഷം വലതുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? എല്ലാ ദൈവമക്കളും ഒരു നിമിഷം വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദമുയർത്തി വാ തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും ഒരുമിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ ആത്മീയ ശുശ്രൂഷയിൽ നിത്യ
നിത്യതയുടെ തീരത്ത് നീ തിളക്കം നഷ്ടപ്പെടുത്താതെ എത്തിച്ചേരാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പാത ഏതാണെന്ന് കാണാൻ ഇന്ന് രാത്രി എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വേണ്ട ലജ്ജ വേണ്ട. നിങ്ങൾ വാ തുറന്ന് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ശബ്ദം ഉയർത്തി കർത്താവിനോട് സംസാരിക്കട്ടെ. നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ആലോചന പറയേണ്ടി വന്നാൽ ഞാൻ ആ ദൂത് വിളിച്ചു പറയാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ആത്മീയ ജീവിതത്തിന്റെ തിളക്കം വർദ്ധിക്കാൻ ദൈവം അനുവദിക്കുന്ന ചില പ്രതിസന്ധികളെ കാണാൻ ഇന്ന് രാത്രി കണ്ണ് തുറക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ വാ തുറന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ പുറകിലെ ദൈവോദ്ദേശം കാണാൻ എൻ്റെ കണ്ണ് തുറക്കുന്ന രാത്രിയായിരിക്കണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസയാത്രയിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമൃദ്ധിയുടെ നാളുകളാണോ, നിങ്ങൾ അനുഭവിച്ച കഷ്ടതയുടെ നാളുകളാണോ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് തിളക്കം വർദ്ധിപ്പിച്ചത് എന്ന് പറഞ്ഞാട്ടെ. ഇനി തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. സമൃദ്ധിയുടെ മട്ടുപ്പാവിന്റെ കീഴിൽ വെള്ളിച്ചെരുപ്പിന്റെയും പട്ടുമെത്തയുടെ മാർഗത്തിൽ സമൃദ്ധിയിൽ ആറാടി സന്തോഷിച്ച ദൈവത്തിന്റെ ദാസൻ ദാവീദിന്റെ മകൻ ശലോമോന്റെ സമൃദ്ധിയിൽ സാത്താൻ അവനെ ചതിച്ച പദ്ധതിയാണോ ദൈവത്തിന് സന്തോഷം, അതോ കഷ്ടതയുടെ നാളുകളിൽ ദാവീദ് കണ്ട അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളാണോ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. നിത്യതയിൽ എത്തിച്ചേർന്ന ഒന്നാമത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിത്യതയിലെത്തിയ ഒന്നാമത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് സ്വർഗത്തിന്റെ ആ തങ്ക തെരുവീഥിയിലേക്ക് മാനവ ചരിത്രത്തിൽ ആദ്യമായി ആനയിക്കപ്പെട്ട വിശുദ്ധന്റെ പേര് പറയാമോ? ആരാ? ഹാബേൽ. ഞാൻ ചോദിക്കട്ടെ, കട്ടിലേ കയറി കിടന്നാണോ ചത്തേ? ആണോ? വായുഗുളിയ വായിൽ ഒരച്ചു കൊടുക്കാൻ ചാകാൻ നേരത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? പോട്ടെ, ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇനിയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബൈബിൾ ഭാഷയിൽ ചെകുത്താന്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കാവുന്ന കായീൻ എന്ന സ്വന്തം സഹോദരന്റെ ചോരക്കറ കയ്യിൽ പിടിച്ച കൊടും വഞ്ചകന്റെ ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കായീന്റെ ഭാഗ്യമാണോ വലുത്, അതോ ദൈവത്തിന്റെ ദാസൻ ഹാബേലിന്റെ കഷ്ടതയാണോ വലുത്? സ്തോത്രം. സ്വന്തം മകന്റെ പേരിൽ പട്ടണം പണതാ, തലമുറയായി സാമ്പത്തികതകൾ കെട്ടിപ്പൊക്കിയ, എന്തിന് 2 ഭാര്യമാരെ ഒരുപോലെ വെച്ചു പുലർത്തിയ, പ്രതികാരദാഹം അകത്ത് തിളച്ച കായീന്റെ കൊച്ചുമക്കളുടെ സമൃദ്ധിയേക്കാൾ ഹാബേലിന്റെ മുറിക്കകത്ത് വ്യാപരിച്ച ദർശനമാണ് വലുതെന്ന് തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ പറയണം, എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി കാണാൻ എന്റെ കണ്ണ് തുറക്കണമേ എന്ന്. രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക. നാം പാടി ആശ്വസിക്കുന്ന പുതിയ പാട്ടല്ല, പഴയ പാട്ടിന്റെ ഈരടികൾ പാടാൻ അന്നത്തെ ഭക്തന്മാരെ സഹായിച്ച പശ്ചാത്തലം സമൃദ്ധിയായിരുന്നോ കഷ്ടതയായിരുന്നോ? സ്തോത്രം. കഷ്ടതയായിരുന്നോ സമൃദ്ധിയായിരുന്നോ? കഷ്ടതയായിരുന്നു. സ്തോത്രം. വചനത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് അല്പ മിനിറ്റുകൾ, അതുകൊണ്ട് കഷ്ടത ഭാഗ്യമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കഷ്ടതയുടെ കാരണം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ചിലപ്പോൾ പൈശാചിക ബന്ധനമായി ചില കഷ്ടതകൾ അനുവദിക്കുമെങ്കിൽ നിനക്കത് ആത്മാവിൽ പ്രാർത്ഥിച്ച വിഷയത്തെ മുറിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. നിന്റെ വാഗ്ദത്തത്തിനെതിരെയുള്ള സാത്താന്യ പോരാട്ടമാണെങ്കിൽ ഇന്ന് രാത്രി 9 മണിക്ക് യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് അതിനെ മുറിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ എനിക്ക് വെളിപ്പെടുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പോരാടി അവറ്റകളുടെ മേൽ ജയമെടുക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. എന്നാൽ നീ വിതച്ചത് കൊയ്യുകയാണെങ്കിൽ അത് അറബിക്കട്ടല്ല, അത് മന്ത്രവാദമല്ല, അത് ക്ഷുദ്രപ്രയോഗമല്ല, അത് ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരമല്ല. അതിന്റെ പുറകിൽ അനുതപിക്കാൻ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, കഷ്ടതയുടെ കാരണം കണ്ടുപിടിക്കുക. ഇനിയും തിരുവെഴുത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഷ്ടതയെ സംബന്ധിച്ച് ഗ്രഹിക്കുമ്പോൾ 3 കാഴ്ചപ്പാടുകൾ ഇത് കാണണം. 1, ഒരു ഭക്തന്റെ കഷ്ടതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 2, ഒരു ഭക്തന്റെ കഷ്ടതയോടുള്ള മനോഭാവം എന്തായിരിക്കണം? 3,
ഒരു ഭക്തന്റെ കഷ്ടതയുടെ പരിണിത ഫലം എന്താണ്? സ്തോത്രം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്ന്, ഒരു ഭക്തന്റെ കഷ്ടതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഭക്തന്റെ കഷ്ടതയോടുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒരു ഭക്തന്റെ കഷ്ടതയുടെ പരിണിത ഫലം എന്താണ്? നിങ്ങൾ അല്പം ഒന്ന് ധ്യാനിച്ചാൽ ഞെട്ടിപ്പോകത്തക്ക വിധം ആത്മീയ സത്യങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. ഓർക്കുക, എല്ലാ കഷ്ടതകളും സാത്താന്റെ സംഭാവനകളല്ല, പക്ഷെ മുഖാന്തരം പൈശാചികമാണ്. കാരണം കഷ്ടതകളുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന മുഖാന്തര സാത്താന്യമാണ്. എന്നാൽ കഷ്ടത അനുവദിക്കുന്നത് എൻ്റെ അപ്പച്ചൻ അറിയാതെ സംഭവിക്കില്ല. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? എന്താണ് ദൈവസന്നിധിയിലെത്തിയ സാത്താൻ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലറ്റിനും ചുറ്റും ഒരു വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം മുമ്മടങ്ങായ 3 കോട്ടകൾ തീർത്ത ഒരു അദൃശ്യ വേലിക്കകത്താണ് ഒരു ഭക്തൻ നിൽക്കുന്നത്. നിന്റെ ശരീരത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്, നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്, നിന്റെ സമ്പത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ഒരു കാര്യം അടിവരയിട്ട് പറയാം, എൻ്റെ അപ്പച്ചൻ വേലി പൊളിച്ചു കൊടുക്കാതെ എൻ്റെ രോമത്തിൽ തൊടാൻ ഈ പാതാള ശക്തികൾക്ക് കഴിയുകയില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആത്മാവിൽ പറയണം, എൻ്റെ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന്റെ കരം അനുവദിക്കാതെ സംഭവിക്കില്ല. അങ്ങനെയെങ്കിൽ അതിന്റെ കാരണം എനിക്ക് തിരിച്ചറിയണം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഒരു ഭക്തന്റെ രോഗാവസ്ഥ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ചിലപ്പോ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും, പെട്ടെന്ന് രോഗശാന്തി ഉണ്ടാകും. ചിലപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരമേ കിട്ടില്ല, ആ രോഗത്തോടുകൂടി ആ വ്യക്തി ആ മണ്ണിലേക്ക് മറയേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ പ്രാർത്ഥനയിൽ ചില നാളുകൾ കൊണ്ട് ആ രോഗത്തിന് പരിഹാരമുണ്ടാകാം. ഈ 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ ബൈബിൾ പറയുന്നു, മാനുഷിക ബലഹീനത മുതൽ രോഗം വരെ സകല ഭക്തന്മാർക്കും കാലാകാലങ്ങളിൽ ദൈവഹിത പ്രകാരം അനുവദിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, പകൽ പറഞ്ഞതുപോലെ, പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തിന്റെ ഉജ്ജ്വല തേജസ്സിനെ പർവ്വതത്തിന് മുകളിൽ നേരിട്ട് കണ്ട തീക്കകത്ത് 40 കൊല്ലം ദിവസം ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ മുഖത്തേക്ക് സ്വീകരിച്ച മഹാദൈവത്തിന്റെ ദിവ്യപ്രഭ സ്വന്തം ത്വക്കിൽ നിന്ന് പ്രതിഫലിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ മോശയുടെ വിക്ക് ഈ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മാറാഞ്ഞത് എന്തുകൊണ്ട് മാറിയില്ല? നിങ്ങൾ ഇന്ന് രാത്രി ഈ വചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ വേദപുസ്തകത്തിലെ പുതിയ നിയമസഭാ ചരിത്രത്തിൽ ഉത്തരീയവും റൂമാലും പ്രാർത്ഥിച്ചു കൊടുത്തുവിട്ടാൽ സ്പർശനവേളയിൽ സൗഖ്യം വ്യാപരിക്കത്തക്ക അസാധാരണ ദൈവശക്തി വ്യാപരിച്ച കർത്തൃദാസനാണ് ധന്യനായ പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചു നോക്ക്. അത് സാധാരണക്കാരനല്ല അദ്ദേഹം. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ ദർശനവും വിശകലനവും ഭയങ്കരമാണ്. പക്ഷേ അദ്ദേഹം പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തെളിവുണ്ടെങ്കിലും ഗലാത്യ ലേഖനം 4:13-14 വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 4:13-14 വേഗം ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 4:13-14 പെട്ടെന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണം. ശരീരത്തിന്റെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത വാചകം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം പറയാം, എന്റെ ജഡത്തിലെ ശൂലം മാറേണ്ടതിന് ഞാൻ 2 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ ഈ ദൈവഭൃത്യന്റെ ആ പ്രാർത്ഥനയുടെ അപേക്ഷ ആവർത്തിച്ചുയർന്നപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്താ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്തോത്രം. അതെന്തായിരുന്നു? അത് സുവിശേഷ നിമിത്തം ശരീരത്തിലേറ്റ പ്രഹരത്തിന്റെ വേദനയല്ല, ശരീര സംബന്ധമായി വ്യക്തമാക്കാൻ കഴിയാത്ത എന്തോ ബലഹീനത പൗലോസ് സഹിച്ചിരുന്നു. സ്തോത്രം. നിന്നയും വെറുപ്പും കാഴ്ചക്കാർ കാണിക്കത്തക്ക വിധത്തിലുള്ള ഒരു ശരീര ബലഹീനതയ്ക്ക് ഈ പൗലോസ് ബലഹീനനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർത്തൃദാസന്റെ ശരീരത്തെ ഒരു ബലഹീനത ബാധിച്ചിരുന്നു. രോഗശാന്തി ലഭിക്കുന്നത് അനുഗ്രഹമാണ്. എന്നാൽ
ഭാഗ്യം എന്ന് പറയുന്നത് അതിനെ സഹിക്കാനുള്ള കൃപ കിട്ടുന്നത് കൂടെയാണ് എന്ന് കാണാൻ കണ്ണ് തുറക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. അസാധാരണ കൃപാവരത്താൽ സൂപ്പർ നാച്ചുറലായി ഉപയോഗിക്കപ്പെട്ട കർത്തൃദാസൻ ഒരു രോഗിയായിരുന്നെങ്കിൽ, ഇനിയും അദ്ദേഹത്തിന്റെ സഹസഹോദരൻ നിജപുത്രനായ തിമത്തിയോസ്, അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, നിന്റെ കൂടെയുള്ള ക്ഷീണവും നിമിത്തം, അജിതേന്ദ്രിയത്വം, ദഹനക്കേട് നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. അതിനർത്ഥം എന്താണ്? പൗലോസിന്റെ സഹപ്രവർത്തകനായ ഈ അഭിഷിക്തനായ തിമത്തിയോസ് എന്ന ആ കാലഘട്ടത്തിന്റെ കരുത്തനായ കർത്തൃദാസന് ശരീരത്തിൽ ആന്തരിക ദഹനക്കേട് എന്ന ഒരു ചെറിയ ബലഹീനത ഉണ്ടായിരുന്നു. അപ്പോ മെയിൻ പാസ്റ്ററും രോഗിയായിരുന്നു, അസിസ്റ്റന്റ് പാസ്റ്ററും, സ്വത്രം പോയെന്ന് എനിക്ക് തോന്നുന്നു, മെയിൻ പാസ്റ്ററും രോഗിയായിരുന്നു, അസിസ്റ്റന്റ് പാസ്റ്ററും രോഗിയായിരുന്നു. അപ്പോൾ എന്താ ഇതുകൊണ്ട് വ്യക്തമാകുന്നത്? ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തക ചരിത്രത്തിലെ അത്ഭുതങ്ങളിൽ അത്ഭുതം കാണിച്ച ആളാരാ? മോശ. അതിന് പുറകിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു പട്ടണത്തിന്റെ ഗർഭനാശത്തിന് മുഖാന്തരമായി തീർന്ന വെള്ളത്തിന്റെ അശുദ്ധി മാറ്റാൻ അല്പം ഉപ്പ് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ടപ്പോൾ തന്നെ അത്ഭുതകരമായി പ്രവർത്തിക്കത്തക്ക വിധത്തിൽ ദൈവവൃത്യന്റെ പുറകിൽ, ഏലിശയുടെ പുറകിൽ വ്യാപരിച്ച ദൈവശക്തി അറിയാമോ? ഒരു സാധുവായ സ്ത്രീയുടെ അത്ഭുതകരമായ കടബാധ്യതയ്ക്ക് സൂപ്പർ നാച്ചുറലായി എണ്ണ തുറന്നു വെക്കുന്ന അത്ഭുതം ഈ ഏലിശയെ കൊണ്ട് നിർവഹിച്ച രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു പ്രവാചക ശിഷ്യന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ കോടാലി വീണ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവശക്തിയുടെ വ്യാപാരം ആ കൊഴിയിലേക്ക് വ്യാപരിച്ചപ്പോൾ വീണ ഒരു തടിക്കഷണത്തിന്റെ അടുക്കലേക്ക് സമുദ്രത്തിന്റെ ആഴത്തിൽ ആണ്ടുപോയ ആ കോടാലി പൊക്കിക്കൊണ്ടുവരാൻ ഈ കർത്തൃദാസൻ വ്യാപരിച്ച ദൈവശക്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡെഡ് ബോഡിയിലേക്ക് ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ആ ഡെഡ് ബോഡി ചാടിയണീറ്റ രംഗം നിങ്ങൾക്ക് സ്മരണയിലുണ്ടോ? എന്തിന്? മരിച്ച് അസ്ഥി മാറി വ്യത്യസ്തമായി ശവക്കുഴിയിൽ കിടക്കുമ്പോൾ പട്ടാളക്കാരിൽ ഒരുത്തൻ, മരിച്ച ഒരുത്തന്റെ ബോഡിയെ കുഴിക്കകത്തൊട്ടെടുത്തിട്ടപ്പോൾ ആ ബോഡി ചാടി കാലും എഴുന്നേറ്റ രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതാരാ? ദൈവത്തിന്റെ ദാസൻ ഏലിശ. എന്നാൽ നിങ്ങൾ ഈ കർത്തൃദാസനെ കുറിച്ച് ഒരു വാക്യം ഒന്ന് വായിക്കണം. 2 രാജാക്കന്മാർ 13:14. 2 രാജാക്കന്മാർ 13:14 വായിച്ചാട്ടെ. വേഗം വായിക്കണേ. ശ്രദ്ധിക്കണം, ഈ കർത്തൃദാസൻ ആരാ? ഞാൻ ഈ പറയുന്ന പോലെ മനസ്സിലാകുന്നുണ്ടല്ലേ? ആർക്ക്? ഏലിശായിക്ക്. എന്ത് സംഭവിച്ചു? മരണഹേതുവായ രോഗം ബാധിതനായി. ഇനിയും ഗുരു പോയത് എങ്ങനാ? അഗ്നി അശ്വരഥങ്ങൾ ഇറങ്ങി വന്ന് രണ്ടുപേരും കൂടെ കൈകോർത്ത് യോർദാന്റെ അങ്ങേക്കരയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാദൈവത്തിന്റെ ദിവ്യ തേജസ് വഹിക്കുന്ന അഗ്നി തേരിലാ മുകളിലോട്ട് പോയത്. പക്ഷെ ശിഷ്യൻ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമാകാൻ കഴിയാത്ത ഒരു രോഗബാധിതനായി ഈ മണ്ണിനോട് വിട പറയേണ്ടി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, പൗലോസിന്റെ അവസ്ഥ ഞാൻ ഓർപ്പിച്ചു. ആ കാലഘട്ടത്തിൽ ധന്യനായ പൗലോസ് ഇങ്ങനെ കുറിക്കുന്നു: എന്റെ സഹപഠൻ, എന്റെ സഹശുശ്രൂഷകൻ എപ്പഫ്രാത്തിത്തോസ്, അദ്ദേഹത്തെ ഞാൻ രോഗിയായി മിലേത്തോസിൽ വിട്ടിട്ടു പോന്നു. അതിന്റെ അർത്ഥം എന്താ? അസാന്നിധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി തന്റെ വിയർപ്പ് കണങ്ങളുടെ ഗന്ധമുള്ള ഉത്തരീയവും റൂമാലും കൊടുത്തുവിട്ടാൽ അത് കൊണ്ടിടുന്ന വേളയിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേറ്റ ആ ദൈവശക്തി എന്തുകൊണ്ട് എപ്പഫ്രാത്തിത്തോസിൽ ഫലവത്തായില്ല? എന്തുകൊണ്ട് തന്റെ ശരീര സംബന്ധമായ ബലഹീനതയ്ക്ക് പ്രയോജനം ചെയ്തില്ല? എന്തുകൊണ്ട് തിമത്തിയോസിന്റെ ദഹനക്കേട് മാറ്റിയില്ല? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. രോഗശാന്തിയുടെ സങ്കല്പം വേറെ, രോഗശാന്തിയുടെ വിശ്വാസം വേറെ. കരം ഉയർത്തി സ്തോത്രം പറയാമോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. രോഗശാന്തിയുടെ സങ്കല്പം വേറെ, രോഗശാന്തിയുടെ വിശ്വാസം വേറെ. സങ്കല്പം വിശ്വാസമല്ല, വിശ്വാസം സങ്കല്പവുമല്ല. വേദപുസ്തകത്തിൽ ദൈവവചനത്തിന്റെ വാഗ്ദത്തം ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരു കർത്തൃദാസൻ, ആ ദൈവദാസന്റെ ഏക മകൻ അസാധാരണമായ ഷുഗർ രോഗബാധിതനായി ബലഹീനനായപ്പോൾ
തന്റെ സഹപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ചർച്ചിൽ പ്രാർത്ഥന നടക്കുകയല്ലേ, കൊണ്ടുപോകും, നടുക്ക് കിടത്ത്, എന്നിട്ട് ഷുഗർ രോഗമല്ലേ, അതിനെ മരുന്ന് കൊടുക്കാതെ പ്രാർത്ഥിക്ക്. നിങ്ങൾ മൂപ്പന്മാരെ വരുത്തട്ടെ, എണ്ണ തേച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കർത്താവ് അവരെ വിടുവിക്കും എന്നല്ലേ വചനം. പറഞ്ഞു കൊടുക്ക്. അവന്റെ അടിപ്പിണരുകളാൽ കർത്താവ് സൗഖ്യം തന്നിരിക്കുന്നു എന്ന വചനം ഉദ്ധരിക്ക്. ദൈവപ്രവൃത്തി വ്യാപരിക്കും. എന്തിന്? ഈ ദൈവദാസൻ ഈ കുഞ്ഞുമായി പോയി ആ കുഞ്ഞിനെ പ്രാർത്ഥനയുടെ നടുവിൽ കിടത്തി. 1-ാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞു, 2-ാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞു, 3-ാം ദിവസം സന്ധ്യയിൽ കുഞ്ഞു മരിച്ചു. എന്തുകൊണ്ടത് സംഭവിച്ചു? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയല്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗത്തിന്റെ ഒരു ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിനും അത് ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ്. പക്ഷെ അമിത സങ്കല്പത്തിന് ദൈവം ഉത്തരവാദിയല്ല. ഒരു കൊച്ചുദാഹരണം ഞാൻ പറയട്ടെ. തിരുവനന്തപുരത്തെ ഒരു വലിയ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് നിങ്ങൾ നടന്നു കയറി. അതിന്റെ ഏറ്റവും മുകളിൽ ചെന്നിട്ട് നിങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് കുനിഞ്ഞു നോക്കി. എന്നിട്ട് നിങ്ങൾ ഒരു വാക്യം ഉദ്ധരിച്ചു. എന്താ വാക്യം ഞാൻ പറയാം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 1, 2, 3 ഒറ്റച്ചാട്ടം. എന്ത് സംഭവിക്കും? മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലോ. എന്ത് സംഭവിക്കും? മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെല്ലുന്നതിന് മുമ്പേ കാറ്റ് പോവും, ഉറപ്പാ. അത് സങ്കല്പമാ. ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം താഴേക്ക് ചാടുക, നിന്നെ കാപ്പാൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ പിശാചേ, വചനത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് മനുഷ്യ മനസ്സിൽ സങ്കല്പക്കോട്ട പണിയിക്കുന്നത് നിന്റെ ശക്തിയുടെ വ്യാപാരമാണ്. എന്നാൽ എന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നെങ്കിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കണം, ദൈവം അനുവദിക്കാത്ത വിഷയത്തിൽ, ദൈവം അനുവദിക്കാത്ത വാക്യം പറഞ്ഞ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിന്റെ പുറകിൽ പ്രേരിപ്പിക്കുന്ന ഘടകം സാക്ഷാൽ പിശാചാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ അത് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ ഹിതം കണ്ടെത്താൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന്. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കും, ഈ വിഷയത്തിന് നടുവിൽ എൻ്റെ ദൈവത്തിന്റെ ഹിതം കണ്ടെത്താനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? ചില കഷ്ടതകൾ ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. ഞാൻ തൊട്ടു പുറകെ വിശദീകരിക്കാം. ചില കഷ്ടതകൾ യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്നതിന്റെ തെളിവാണ്. ചില കഷ്ടതകൾ നിന്റെ വ്യക്തി ജീവിതത്തിന്റെ ശിക്ഷണത്തിന്റെ ഭാഗമാണ്. ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന്റെ ദൈവിക പ്രോസസ്സാണ്. ചില കഷ്ടതകൾ മടക്കി വരുത്താനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തതിന്റെ ശിക്ഷാക്രമം നിന്റെ ജീവിതം കൊണ്ട് അനുഭവിച്ച് തീർക്കത്തക്ക വിധത്തിൽ ദൈവം വിതച്ചത് കൊയ്യാൻ വഴിയൊരുക്കുകയാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ദൈവസ്ഥൻ ഇരിക്കണം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് എൻ്റെ വലിയമ്മച്ചിയുടെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പെന്തക്കോസ്ത് സമൂഹത്തിൽ അറിയപ്പെട്ടൊരു കർത്തൃദാസൻ റാന്നിയിൽ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് താമസിച്ചിരുന്നു. ആ ദൈവദാസൻ ശുശ്രൂഷ കഴിഞ്ഞു വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അസാധാരണ കലമ്പൽ തുടങ്ങും. സ്തോത്രം. സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ താൻ പലപ്പോഴും ഇതോർത്ത് വാഹവിട്ട് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ ആരെയും കുറ്റം പറയാനല്ല ഞാൻ ഈ ഉദാഹരണം പറയുന്ന, ഒരു വിഷയം തെളിയിക്കാൻ വരിക. സ്തോത്രം. അന്നൊരിക്കൽ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തൂടെ, റബ്ബറിൻ തോട്ടത്തിന്റെ ഭാഗത്തൂടെ ഇങ്ങനെ ഈ അപ്പച്ചൻ അന്നത്തെ 2-ാം മുണ്ട് കഴുത്തിലിട്ട് അതിന്റെ ഒരറ്റം കൊണ്ട് കണ്ണിങ്ങനെ തുടച്ച് ഏങ്ങലടിച്ച് കയറി വരുമ്പോ ഞങ്ങളുടെ വല്യമ്മച്ചി ഇറങ്ങിച്ചെന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്നാ കരയുന്നേ? അപ്പൊ ഈ അപ്പച്ചൻ പറഞ്ഞു, കൊച്ചമ്മേന്നാ വിളിക്കുന്നേ, കൊച്ചമ്മേ. മുകളിലെത്തിയ ഒറ്റപ്പെട്ട സ്ഥലത്ത്, അന്നത്തെ ആ സാഹചര്യമല്ലേ,
ഒറ്റപ്പെട്ട ഒരു വനഭാഗമുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ സാധാരണ പുള്ളി ഒരു കൽക്കൂട്ടത്തിനിടയിൽ പോയിരിക്കുക പതിവാ. ഞാൻ പോവുകയാണ്. എന്നാ പ്രാർത്ഥനാ വിഷയം? ഞാൻ എൻ്റെ ദൈവത്തോടൊരു കാര്യം പറയാൻ പോവുക. എന്നാ പറയാൻ പോകുന്നേ? ഒന്നിൽ കൂട് പൊളിച്ച് എന്നെ നിത്യ വീട്ടിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ തള്ളക്കിളിയെ ഒന്ന് നന്നാക്കി തരണം. ഇത് പറയാൻ പോവാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? ഒന്നീ കൂട് പൊളിച്ച് എന്നെ നിത്യ വീട്ടിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ തള്ളക്കിളിയെ നന്നാക്കി തരണം. ഇതെൻ്റെ വല്യമ്മച്ചി പച്ചക്കനോട് പറഞ്ഞ കാര്യമാണ്. മണിക്കൂറുകളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അന്ന് ഈ കന്നുന്ന ഈ കടുങ്കാപ്പിക്കകത്ത് ഒഴിച്ചു കുടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അത് തയ്യാറാക്കി എൻ്റെ അമ്മച്ചി ഇങ്ങനെ നോക്കി നിന്നു. ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഓടിക്കൊണ്ട് എന്ന് ഇത് കൊടുത്തിട്ട് സമുദായ പശ്ചാത്തലത്തിലായിരുന്ന എൻ്റെ വല്യമ്മച്ചി പെന്തക്കോസ് പശ്ചാത്തലത്തിലായിരുന്ന ഈ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച അച്ഛാ ദൈവത്തോട് ചോദിച്ചു. എന്നിട്ട് ദൈവം എന്താ പറഞ്ഞച്ചാ? ഉടനെ ഈ അമ്മച്ചിയോട് ഈ അപ്പച്ചൻ എടുത്ത വായി പറഞ്ഞ മറുപടി കേൾക്കണോ? കൊച്ചമ്മേ, ദൈവം എന്നോട് പറഞ്ഞു ഈ കല്ലേൽ അലക്കിയെങ്കിലേ ഈ തുണി വെളുക്കൂന്ന്. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. നിത്യതയിൽ നീ കറ പറ്റാതെ എത്താൻ ഏത് കല്ലിൽ നിന്നെ അലക്കിയെങ്കിലേ പറ്റൂ എന്ന് നന്നായി അറിയുന്ന ഒരു കണ്ണ് നിന്റെ ജീവനെ കാണുന്നെന്ന് തിരിച്ചറിയുമ്പോൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം എനിക്ക് ലഭിക്കുവാൻ ഹേതുവാകുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കണ്ണുയർത്തിയിട്ട് ഈ രാത്രി കർത്താവേ, ഞാൻ അനുഭവിക്കുന്നതിന്റെ കാരണം കണ്ടെത്താൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന്, കഷ്ടതയുടെ കാരണങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു ഭക്തനിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന കഷ്ടതയല്ല മറ്റൊരാളിൽ ദൈവം അനുവദിച്ചിരിക്കുന്നത്. വായിക്കാം. ദൈവത്തിന് സ്തോത്രം. വേഗം നിങ്ങളെ ഞാൻ വേദഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1 തിമോത്തിയോസ് 1 തെസ്സലോനി 3:3-4 വേഗം വായിക്കണേ. എന്നോടൊപ്പം നിങ്ങൾ വേണം. 1 തെസ്സലോനി 3:3-4 വായിച്ചാട്ടെ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആ പ്രയോഗം എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറയാമോ? സ്ക്രീനിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. കഷ്ടം അനുഭവിപ്പാൻ നാം. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തന്റെ ജീവിതത്തിലെ നിയമനത്തിന്റെ ഭാഗമാണ് കഷ്ടത. ഒന്ന് പറഞ്ഞേ, എന്താ ആ കഷ്ടത? നിയമനത്തിന്റെ ഭാഗമാണ്, എല്ലാ കഷ്ടതയുമല്ല. ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രശസ്തനായ ഒരു ഡോക്ടറിനെ ഒരു പ്രത്യേക വിഷയത്തിൽ കാണാൻ നിങ്ങൾ ഒരു ഡേറ്റ് പ്ലാൻ ചെയ്താൽ ആ ടൈമിൽ നിങ്ങൾ ആ കൗണ്ടറിന്റെ മുൻപിലെത്തി ആ സമയം കാണുന്നത് പോലെ ജനനത്തിനും മരണത്തിനുമിടയിൽ ഒരു ഭക്തൻ കടന്നു പോകേണ്ടതിന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില നിയമനങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുർദിവസങ്ങൾ. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ദുർദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നെ കാത്തിരിപ്പുണ്ട്. ഒരു ബയോപ്സി റിപ്പോർട്ട് മതി ഇപ്പോഴത്തെ ചിരി മായാൻ. കേട്ടോ, ഒരു ബയോപ്സി റിപ്പോർട്ട് മതി ഇപ്പോഴത്തെ ചിരി മായാൻ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിന്റെ കഷ്ടതയ്ക്ക് പുറകിൽ അത് നിന്നെ തകർക്കാനുള്ള ഉപാധിയാകുകയില്ല. അത് നിന്നെ തെളിയിച്ചു പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ പദ്ധതി ഒരുക്കുമെങ്കിൽ, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമൊന്ന് അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ, ഈ കഷ്ടതയെല്ലാം എന്റെ വിഷയത്തിന്മേൽ പിശാചിന്റെ ബന്ധനമല്ല, ഇതെന്റെ ദൈവത്തിന്റെ നിയമനമാണെങ്കിൽ അത് തിരശീലയ്ക്ക് പുറകിലെ ദൈവത്തിന്റെ നിർണയത്തെ തകർക്കാൻ. ഗ്ലോറി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിശുദ്ധ ജീവിതം നയിച്ചിട്ടും പ്രാർത്ഥനയിൽ പോരാടിയിട്ടും ഉപവസിക്കുന്നിടത്തോളം ഉപവസിച്ചിട്ടും കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തിട്ടും വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചിട്ടും ദൈവദാസന്മാർക്ക് ആശ്വാസമായിരുന്നിട്ടും അറിയപ്പെട്ട ഒരു തെറ്റുകൾ പോലും ബോധപൂർവം ചെയ്യാതെ ജീവിതത്തെ സൂക്ഷിച്ചിട്ടും ഇന്ന് രാത്രി നീ ഒരു ശോധനയ്ക്കകത്തൂടെ കടന്നുപോയിട്ടാണ് ഈ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്നതെങ്കിൽ നിനക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതും പരിശുദ്ധാത്മാവ് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ചൂണ്ടി ആത്മാവിൽ പറയുന്നു, നിനക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതും ഒരു ദിവസം നിത്യതയുടെ തങ്കത്തളത്തിൽ പ്രതിഫലത്തിനായി എത്തിച്ചേരുമ്പോൾ മാത്രം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ചില കഷ്ടതകൾ ജീവിതത്തിൽ
ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ആ കഷ്ടത എന്റെ ദൈവത്തിന്റെ നിയമനമാണെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഈ രാത്രി സാധാരണ രാത്രിയല്ല. നിങ്ങളെ ചൂണ്ടി ദൈവാത്മാവ് പറയുന്നു, ചില കഷ്ടതകൾ ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ ശ്രദ്ധിച്ചു കേൾക്കണം, ഇംഗ്ലണ്ടിൽ ഒരു ബൈബിൾ ക്ലാസ് നടക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റോമാലേഖനം 8-ാം അധ്യായം. അധ്യാപകൻ ഇങ്ങനെ ക്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞു വരുമ്പോഴേ നിങ്ങൾക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഉടനെ ഒരു വിദ്യാർത്ഥി എഴുതി, സാർ ആ വാക്യം ശരിയാണോ സാർ? വിദ്യാർത്ഥി ചോദിക്കുക, ഏത് വാക്യം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? അപ്പോ ക്യാൻസറും ആക്സിഡന്റും മാരക രോഗവും എല്ലാം നന്മയ്ക്കാണോ സാർ? ഉടനെ ഈ ദൈവദാസൻ പറഞ്ഞ മറുപടി കേൾക്കണോ? കുഞ്ഞെ, ഈ തീരത്ത് നിന്ന് നീ നോക്കുമ്പോൾ തിന്മയാണെന്ന് തോന്നിയാലും ഒരു ദിവസം നിത്യതയുടെ തീരമണയുമ്പോൾ നീ അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, ഈ തിന്മയുടെ പുറകിൽ ദൈവം ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ടെന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇസഹാക്കിന്റെ അന്ധതയുടെ കാരണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇസഹാക്കെ, നിന്റെ ഭാര്യയുടെ ഗർഭത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടെന്നും ഇതിൽ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുമാണ് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ, നിന്റെ കണ്ണ് കാണുമെങ്കിൽ നിന്റെ കൈ മൂത്ത ഏശാവിന്റെ തലയിലെത്തും. നിന്റെ കണ്ണ് കാണത്തില്ലെങ്കിൽ കൈ വഴിമാറി യാക്കോബിന്റെ തലയിലെത്തും. ചില വിഷയങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്റെ ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് അതിന്റെ അർത്ഥം തെളിയത്തില്ല. അതിന്റെ അപ്പോയിന്റ്മെന്റിന്റെ അർത്ഥം ഒരു ദിവസം നിത്യതയിൽ ചെല്ലുമ്പോഴേ തെളിയത്തുള്ളൂ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, എല്ലാ കഷ്ടതയും ശാപമല്ല, എല്ലാ കഷ്ടതയും ബന്ധനമല്ല, എന്റെ ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ മക്കളും മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടി സന്തോഷിക്കുമ്പോൾ എസ്തേർ മാത്രം ബാല്യത്തിൽ അനാഥയായതിന്റെ കാര്യമെന്താ? ആൺകുഞ്ഞുങ്ങൾ അനാഥരായാൽ സാരമില്ല, പെൺകുട്ടികൾ അനാഥരായാൽ മാതാപിതാക്കളുടെ ദുഃഖം എത്ര വലുതായിരിക്കും. അതും ഒരു പെൺകുഞ്ഞ്. അനാഥത്വം എന്ന് പറയുന്നതിനേക്കാൾ അവളുടെ മനസ്സെന്ത് തകർന്നിരിക്കും. കുഞ്ഞെ, നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ കൈകളിലെത്തൂ. അവന്റെ കൈകളിലെത്തിയെങ്കിലേ നീ അഹശ്വരേശിന്റെ ഭാര്യയാകൂ. അവന്റെ ഭാര്യയായെങ്കിൽ മാത്രമേ ഹാമാന്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവന്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിന് മുൻപ് നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ടതയുടെ നിയമനം വിശ്വസിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കഷ്ടതയുടെ നിയമനം നിന്റെ ജീവിതത്തിന്റെ പുറകിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയുടെ പുറകിലെ നിയമനം കാണാൻ എന്റെ കണ്ണെനിക്ക് തുറക്കണമേ. വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എല്ലാ കഷ്ടതയും പിശാചിന്റെ സംഭാവനയല്ല, ചില കഷ്ടതകൾ ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മൾ പാടാറില്ലേ, എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്റെ പ്രാണനെ, ശബ്ദം ഉയർത്തിന്ന് പാടിക്കേ, എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്ന, കരമടിച്ചൊന്ന് പാടാമോ? എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. ഓ, എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്റെ പ്രാണനെ ഞാൻ, ഓ, എന്നെ തകർത്തിടാൻ കാതനിഷ്ടമെങ്കിൽ എന്നെ തകർത്തിടാൻ കാതനിഷ്ടമെങ്കിൽ, ഓ, തൻഹീദം എന്നിൽ സമ്പൂർണമാകട്ടെ. ഓ, തൻഹീദം എന്നിൽ സമ്പൂർണമാകട്ടെ. ഓ, എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം
എന്നിൽ പൂർണ്ണമാക്കണേ. മോനെ അതൊന്നുകൂടെ പാടണം. അതിന് മുമ്പേ ഞാൻ പറയാം, ഇത് പാടിയ പശ്ചാത്തലം നിങ്ങൾക്കറിയാമോ? കറങ്ങുന്ന ഫാനിന്റെ കീഴിൽ AC 16 മാംസം കോച്ചുന്ന തണുപ്പിൽ ചുരുണ്ട് കിടന്ന് ഉറങ്ങിയപ്പോ പാടിയ പാട്ടല്ലിത്. അതിസാര രോഗബാധിതനായി PP മാത്യു എന്നൊരു കർത്തൃദാസൻ കോഴഞ്ചേരിക്ക് സമീപം മുത്തൂറ്റുകാരായുടെ സമീപത്തുള്ള വെട്ടിക്കെട്ടിൽ മരണത്തെ മുഖാമുഖം കണ്ട് ഒരു വിറക് കഷണം പോലെ കട്ടിലിൽ കിടക്കുമ്പോൾ മരണവുമായി 1 ഇഞ്ച് അകലമേ ഉള്ളൂ എന്ന ഭയത്തോടെ മനസ്സ് തളരുന്ന സമയം ഒരു ദർശനം കണ്ടു. സ്വർഗത്തിൽ നിന്ന് വെള്ളിച്ചിറകുള്ളൊരു മാലാഖ ഇറങ്ങി വരുന്നു. ആപ്പിൾ പോലെ സ്വർണം കൊണ്ടുണ്ടാക്കിയ സാധനം തന്റെ കയ്യിലേക്ക് തരുന്നു കഴിക്കാൻ. അത് വിശ്വാസത്താൽ കൈനീട്ടി വാങ്ങിച്ചുകൊണ്ട് അതിശക്തമായൊരു വ്യാപാരം തന്റെ ശരീരത്തിലേക്ക് ഉണ്ടായപ്പോൾ താൻ ഒരു വരി ആത്മാവിൽ പാടിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഓ ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിരുന്നു. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഓ ഞാൻ കുടിച്ചു നിത്യം ജീവിച്ചിരുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല തികയ്ക്കുന്ന എന്റെ ആഹാരം ഓ വേല തികയ്ക്കുന്ന എന്റെ ആഹാരം ഓ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാം, രോഗശാന്തിയെ കുറിച്ചാകട്ടെ, സാമ്പത്തിക നേട്ടങ്ങളെ കുറിച്ചാകട്ടെ, ഭൗതിക സമൃദ്ധിയെ കുറിച്ചാകട്ടെ, തെറ്റായ സങ്കല്പങ്ങൾ മനസ്സിൽ കുത്തി നിറച്ചതിന് ശേഷം വെട്ടിപ്പിടിക്കാൻ, തട്ടിപ്പറിക്കാൻ, പറ്റിച്ചെടുക്കാൻ, ഒപ്പിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ആത്മീയ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം നടത്തിയ കർത്തൃദാസന്മാരുടെ കൃപാവരത്തിന്റെ കുറവാണ് എന്ന് വിരൽ ചൂണ്ടി വിമർശിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതിന് പുറകിൽ വ്യാപരിക്കുന്നത് യേശുവിനെ പരീക്ഷിച്ച സാക്ഷാൽ പിശാചാണെന്നും ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ഈ അഭിഷിക്തന്റെ പ്രാർത്ഥനയുടെ ബലഹീനതയല്ല, ഞാൻ സഹിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ചലനമാണെന്നും തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, എന്റെ കഷ്ടത സാധാരണ കഷ്ടതയല്ല, ഇതെന്റെ ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. പലപ്പോഴും ദുഃഖത്തോടെ ഞാൻ പറയാം, ആധുനിക ആത്മീയതയിൽ വളരുന്ന പല സഭകളും കാലക്രമത്തിൽ വേഗം തകരുന്നതിന്റെ കാരണം എന്താണ്? ഈ ആത്മീയ ശുശ്രൂഷയിലെ അനാവശ്യ സങ്കല്പത്തിന്റെ ഭാഗമാണ്. എനിക്ക് നേരിട്ടറിയാം, സങ്കല്പമല്ല, നേരിട്ടറിയാം. മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡിയുടെ തലയ്ക്കൽ ഇതുപോലെ ഒരു കുപ്പി മിനറൽ വാട്ടറും വെച്ചുകൊണ്ട് അറിയപ്പെട്ടൊരു പെന്തക്കോസ്തു കുടുംബത്തിലെ പെൺകുട്ടി ഉയർത്തു വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന ജനത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെട്ടത്. ഡെഡ് ബോഡിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിശ്വാസത്തിന്റെ കുറവാണെന്ന് പറഞ്ഞ് ജനത്തിന്റെ ഇടയിൽ അപമാനപാത്രമായ സ്ത്രീകളെ എനിക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ആത്മീയ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ച ഒരിടത്ത് മരണത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് സ്വന്തം അമ്മ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കേട്ടു. ഇറച്ചി വറുത്ത് വെക്കുക അച്ഛൻ ഇഷ്ടമാണ്, 3 ദിവസത്തിനുള്ളിൽ കല്ലറയിൽ എഴുന്നേറ്റ് വരുമെന്ന്. കുഞ്ഞേ, ഒരു വസ്തുത ഓർക്കണം, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനെ പൊളിച്ചെഴുതാൻ നിന്റെ സങ്കല്പത്തിന് സാധ്യമല്ല. ഈ കഷ്ടത ദൈവം അനുവദിച്ചതാണെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന കാഴ്ചപ്പാട് വർദ്ധിക്കട്ടെ. അസാധാരണ ആത്മീയ സങ്കല്പം വിശ്വാസത്തിന്റെ അടിവേറക്കും. ദൈവത്തിന് സ്തോത്രം. 8 ഇടങ്ങഴി പാല് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പശുവിന് രോഗം ബാധിച്ചപ്പോ ഒരു കർത്തൃദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് കറവ തിരിച്ചു കിട്ടിയതും ആ പശു കട്ടൻ കപ്പേല തിന്ന് ചത്തപ്പോ പെന്തക്കോസ്തിൽ നിന്ന് വിട്ടുപോയതും എനിക്ക് നേരിട്ടറിയാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കുക.
നിന്റെ കഷ്ടതയുടെ പുറകിലെ ദൈവോദ്ദേശം തിരിച്ചറിയുക. ഒന്ന്, കഷ്ടത ദൈവപുത്രന്റെ നിയമനമാണ്, കർത്താവിന്റെ നിയമനമാണ്. 2, വായിച്ചാട്ടെ പത്രോസിന്റെ 1-ാം ലേഖനം, വേഗം പറഞ്ഞേ. പത്രോസിന്റെ 1-ാം ലേഖനം 2:21. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് നിങ്ങളുടെ മനസ്സിലോട്ടൊന്നാകണം. 1 പത്രോസ് 2:21 വായിച്ചാട്ടെ. എല്ലാവരും കൂടെ ചേർന്ന വാക്യം നിങ്ങളുടെ ഉള്ളിലോട്ടൊന്നാകുന്നതിന് വായിക്കുന്നതായിരിക്കും. 1 പത്രോസ് 2:21 എല്ലാവരും കൂടെ ചേർന്ന് വായിക്കണം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി. എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുന്നില്ലേ? എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ. ക്രിസ്തു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും, വായിച്ചോ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അടുത്ത പ്രയോഗം എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോന്നിരിക്കുന്നു. എന്താ ഈ മാതൃക എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് മാതൃക? സ്കൂൾ ഭാഷയോട് അത് ശ്രദ്ധിക്കണം. കോടതി ഭാഷയുണ്ട്, ചന്ത ഭാഷയുണ്ട്, സ്കൂൾ ഭാഷയുണ്ട്. ഇതിൽ സ്കൂൾ ഭാഷയിൽ മാതൃക എന്ന് പറഞ്ഞാൽ അധ്യാപകൻ മുകളിൽ എഴുതി കൊടുക്കും ഒരു വരി, അത് തെറ്റാതെ അതുപോലെ താഴോട്ട് പകർത്തി എഴുതുന്നതാണ് മാതൃക എഴുത്ത്. അങ്ങനെയെങ്കിൽ 33.5 തിരുവയസ്സ് കൊണ്ട് യേശു കടന്നുപോയ ഒരു മാതൃക ജീവിതം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിൻപറ്റാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ആ വിളിയുടെ പുറകിൽ ഗതസമന മാത്രമല്ല, കാൽവറിയും ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് വിളിച്ചു പറയണം, എൻ്റെ ജീവിതത്തിന്റെ പുറകിൽ കഷ്ടത എൻ്റെ ദൈവം വെച്ചിട്ടുണ്ട്, അത് കാണാനുള്ള കണ്ണ് എനിക്ക് തരണമേ എന്ന്. എന്ന് രാത്രി ഓർക്കുകയാണ്. സ്തോത്രം. ആ ഗതസമനയിലെ പ്രാർത്ഥനയിൽ ചോര വിയർക്കുന്ന രംഗം, എഴുന്നേറ്റ് വരുമ്പോൾ നരകത്തിൽ ഊറച്ചിട്ട ദുർമനസാക്ഷിയോടെ, വഞ്ചനയിൽ തുകച്ചെടുത്ത ദുർമുഖത്തോടെ, സകല പൈശാചിക സത്വങ്ങളും ഒരുമിച്ച് ഉരുണ്ടുകൂടിയ മുഖഭാവത്തോടെ യൂദ എന്ന നരാധമൻ എൻ്റെ അരുമനാഥന്റെ മുഖത്ത് ആ ആലിംഗന വിഷം, ആ പ്രയോഗമാണ് നല്ലത്, ആലിംഗന വിഷം ഏൽപ്പിക്കുന്നതും, അതിനുശേഷം പട്ടാളക്കാരുടെ നാറുന്ന തുപ്പൽ അവന്റെ മുഖം അഭിഷേകം ചെയ്യുന്നതും, അതിനുശേഷം അടിച്ച് തകർത്ത് അവനെ നേരെ ഗബത്തയിലെത്തിക്കുന്നതും, ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന അടിയേറ്റ് അവന്റെ പുറം ഉഴവ് ചാലുകൾ പോലെ നീളത്തിൽ കീറുന്നതും, ഒടുവിൽ അവനെ ക്രൂശിക്കാ എന്ന ആ ഭയങ്കര ശബ്ദം ഉയരുമ്പോൾ ഭാരമേറിയ മരക്കുരിശും തോളിൽ വെച്ച് വീണും എഴുന്നേറ്റും വ്യസനവീഥിയിലൂടെ ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന് ഗോൽഗോത്തയിൽ എത്തിച്ചേരുന്നതും, പണി പൂർത്തിയാക്കിയ ക്രൂശ് മലർത്തിയിട്ടിട്ട് ഷൂസിട്ട കാലുകൊണ്ട് റോമൻ പടയാളികൾ കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കുന്നതും, കയറിന്റെ സഹായത്തോടെ ആ പാറയിൽ വെട്ടിയ കുഴിക്കകത്തോട്ട് ആ ക്രൂശ് കാൽവറിയിൽ ഇടിച്ചിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്കുകളെ നിവർത്തിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിക്കിടന്നൊരു മാംസപിണ്ഡം പോലെ പിടയുന്നതുമായ യേശുവിന്റെ കഷ്ടതയുടെ ചുവടുകളെ പിൻപറ്റാൻ കൂടെയാണ് പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നതെങ്കിൽ, ഗതസമനം കൊണ്ട് അത്ഭുതങ്ങൾ അവസാനിക്കുമ്പോൾ, ഗതസമനം മുതൽ കാൽവറി വരെ കഷ്ടതയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ എൻ്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കഷ്ടത ഏതോ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വലതുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ സകല കഷ്ടതകളെയും അടിച്ച് അടുത്ത കടലിൽ കളയാൻ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമെന്നല്ല വചനം പറയുന്നത്. പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന നീ ഈ മണ്ണിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് എൻ്റെ ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകൾ സഹിക്കണമെങ്കിൽ നിന്റെ സ്വകാര്യ കഴിവ് കൊണ്ട് പോരാ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ വ്യാപരിക്കണം. ഇന്ന് പകൽക്കാല കർത്താവിനോട് ഈ ശുശ്രൂഷയിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഇടത്തിരിക്കുന്നവരെ മറക്കുക, വലത്തിരിക്കുന്നവരെ മറക്കുക, പുറകിലും മുൻപിലും ഇരിക്കുന്നവരെ മറക്കുക. ഇതിന് ആമേൻ പറയാൻ കഴിയാത്ത ചില വ്യക്തികൾ ആത്മീയതയുടെ ഭാവന കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്നവർ കാണാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ചില നിയമനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അനുഭവിക്കാനുള്ള ശക്തി വ്യാപരിക്കണം. ഇല്ല, കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ നിന്റെ മരണം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിറുപിറുപ്പ് കൂടാതെ സഹിക്കാനുള്ള ദൈവകൃപ ഇന്ന് രാത്രി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന രാത്രിയാകട്ടെ. ദൈവ തേജസ്സിന്റെ മേഘം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മീതെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളോട് പറയുന്നു, നിങ്ങളുടെ കർത്തൃദാസന്റെ അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ കുറവല്ല ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് കടന്നു പോകാൻ വെച്ചിരിക്കുന്ന പദ്ധതിയുടെ പുറകിൽ ആ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ ആവശ്യമായ കൃപയ്ക്കായി ദൈവത്തോട് ചോദിക്കണം. കഷ്ടതയെല്ലാം ബന്ധനമല്ല, ചിലത് ദൈവം വെച്ചിരിക്കുന്ന കർത്താവിന്റെ കാൽച്ചുവടുകളുടെ പിൻപറ്റലാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവുകൾ സ്തോത്രത്തോടെ ചലിക്കട്ടെ. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രി യോഗത്തിൽ ദൈവാത്മാവിന്റെ വ്യാപാരം ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ചില കണ്ണുകളെ ബന്ധിച്ച്, ചില കാഴ്ചപ്പാടുകളെ ബന്ധിച്ച് നിന്റെ വസ്തുവിന്റെ പുറകിൽ ശാപമുണ്ട്, നിന്റെ തലമുറയുടെ പുറകിൽ ശാപമുണ്ട്. നിന്റെ സ്ഥലം സഭാ ശുശ്രൂഷകന് കൃപയില്ലാത്തത് കൊണ്ടാണ് അത് അഴിച്ചെടുക്കാൻ കഴിയാത്തത്. നിന്റെ കുടുംബത്തിനകത്ത് അയൽപക്കക്കാരന്റെ ബന്ധനം വസിക്കുന്നുണ്ട്. അടകലിന്റെ കീഴിൽ വ്യാപരിക്കുന്ന ഏതോ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന ശക്തി നിന്റെ ഭവനത്തെ വിഴുങ്ങാൻ കാത്തു നിൽക്കുന്നുണ്ട്. അത് നിന്റെ സഭയിലെ പാസ്റ്റർക്ക് അധികാരമില്ലാത്തത് കൊണ്ട് അദ്ദേഹം അറിയാത്ത ഒരാളിനെ വിളിച്ച് രഹസ്യമായി പ്രാർത്ഥിച്ച് അഴിക്കണം എന്ന് വാദിക്കുന്നത് പൈശാചിക സങ്കല്പത്തിന്റെ ഭാഗമാണ്. ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയണം, എന്റെ കഷ്ടതയുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ പദ്ധതി മറഞ്ഞിരിക്കുന്നു. ചില കഷ്ടത എന്റെ കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ ദൈവം ഒരുക്കുന്ന വഴിയാണ്. തീർന്നില്ല. എല്ലാ കഷ്ടതയുടെ ഭാഗമായി ചിന്തിക്കുമ്പോൾ തന്നെ ചിലത് ബാലശിക്ഷയുടെ ഭാഗമാണ്. ബാലശിക്ഷ കോപത്തിന്റെ അടിയല്ല, അപ്പന്റെ സ്നേഹത്തിന്റെ അടിയാണ്. തിരിച്ചറിയണം, ചില കഷ്ടത വിതച്ചത് കൊയ്യാൻ ദൈവം ഒരുക്കുന്ന വഴിയാണ്. ഞാൻ ഇന്ന് രാത്രി ഈ സന്ദേശം അവസാനിപ്പിക്കും മുൻപ് എനിക്കതെല്ലാം ഒന്ന് വിശകലനം ചെയ്യണമെന്നുണ്ടെങ്കിലും ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, ചില കഷ്ടതകൾ വിതച്ചത് കൊയ്യാൻ ദൈവം ഒരുക്കുന്ന വഴിയാണ്. ഞാൻ ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. ഇത് നിങ്ങളുടെ മനസ്സിൽ ആപ്തവാക്യം പോലെ കരുതണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. കേരളക്കരയിൽ ഒരു കാലഘട്ടത്തിന്റെ ശക്തനായ ശുശ്രൂഷകനായി ഭാരത സ്പർജൻ എന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസനുണ്ട്. ആ ദൈവദാസൻ താമസിച്ച വീടിന്റെ മുൻപിൽ ആ കർത്തൃദാസനെ തന്റെ 73-ാമത്തെ വയസ്സിൽ അതിശക്തമായ ആസ്മാരോഗത്താൽ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ ഒരു കസേരയിൽ എടുത്തു വെച്ചിരിക്കുന്നു. ആ വൃദ്ധനായ ദൈവദാസൻ ഒരിറ്റ ശ്വാസത്തിനായി പിടയ്ക്കുകയാണ്. കേരളത്തിലെ പെന്തക്കോസ്ത് വേദികളെ പ്രകമ്പനം കൊള്ളിച്ച പ്രഭാഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ തന്റെ പ്രിയ ശിഷ്യൻ നിന്ന് തന്റെ ഗുരുവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അലറിക്കരയുകയാണ്. നടന്ന സംഭവമാണ്. ഈ സമയം ഈ ഭക്തന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് അപ്പച്ച എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യൻ കരയുമ്പോൾ, സ്തോത്രം, ആ ഭക്തൻ ശ്വാസം കിട്ടാതെ അസ്വസ്ഥതപ്പെടുന്ന സമയം പറഞ്ഞ മറുപടി കേൾക്കണോ? കുഞ്ഞേ, ഞാൻ ദൂതനല്ല, മനുഷ്യനാണ്. ബലഹീനതകൾ വന്നു പോയിട്ടുണ്ട്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്നല്ലേ
എന്നെ ദൈവം ശുദ്ധീകരിക്കുകയാണ്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചപ്പാട് മനസ്സിലാക്കണം. നിങ്ങൾ ഏത് വീക്ഷണകോണിൽ കാര്യങ്ങളെ കാണുന്നു? ഒരു ലോക്കൽ സഭയിൽ ആത്മീയ ഉണർവിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരു സഹോദരി സ്കൂട്ടറിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞു. ആ ദിവസങ്ങളിൽ തന്നെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ സഭയിലെ ഒരു വൃദ്ധയായ വചനം നല്ല അറിവുള്ള ഒരു അമ്മച്ചി ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞു. 2 പേരും സൗഖ്യം പ്രാപിച്ച് ചർച്ചിൽ വന്നു. സ്കൂട്ടറിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞ സഹോദരി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അവൻ വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി. പിശാച് എന്നെ തകർക്കാനാണ് ശ്രമിച്ചത്. ഇല്ല, ഞാൻ കെട്ടുപൊട്ടിച്ച് പുറത്തു വന്നു. എന്നാൽ ആ വൃദ്ധയായ അമ്മച്ചി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എൻ്റെ അപ്പച്ചൻ എനിക്ക് അറിഞ്ഞുകൊണ്ട് കിടക്കാനൊരു അവസരമൊരുക്കി. എൻ്റെ പ്രാർത്ഥനാ ജീവിതം പണിയുവാൻ, എന്നെ തന്നെ കാണാൻ, എൻ്റെ തെറ്റുകൾ ഓർത്ത് അനുതപിക്കാൻ, എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ, എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ ദൈവം വഴിയൊരുക്കി. ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ഏതാണ് വചനത്തിന്റെ കാഴ്ചപ്പാട്? ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആഴത്തിൽ ചിന്തിക്കണം. കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എല്ലാ കഷ്ടതയും പിശാചിന്റെ സംഭാവനയല്ല. ചിലതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം മറഞ്ഞിരിപ്പുണ്ട്. ഞാൻ നിങ്ങളൊരു വസ്തുത പറയട്ടെ. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു നോക്കൂ. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോ വികാരവിക്ഷോഭത്താൽ വടിയെടുത്ത് പാറയോട് കൽപ്പിക്കേണ്ടതിന് പറഞ്ഞ സ്ഥാനത്ത് പാറയെ അടിച്ചിട്ട് ക്ഷോഭത്തോടെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരികളെ, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം. ആ ഭക്തനും ഒരു മത്സരിയായി മാറി. കാലത്തിന്റെ യാത്രയിൽ വാഗ്ദത്ത നാടിന്റെ വക്കിലൂടെ ഒഴുകുന്ന യോർദാൻ നദിയുടെ ഇങ്ങേക്കരയിൽ ഉയർന്നു നിൽക്കുന്ന മോവാബ് സമഭൂമിയിൽ വെച്ച് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു ഒരപേക്ഷയ്ക്ക് മുൻപിൽ. എന്തായിരുന്നു അപേക്ഷ? ഞാൻ ഈ നദി കടന്ന് ആ വാഗ്ദത്ത ദേശം ഒന്ന് കണ്ടുകൊള്ളട്ടെ. മറുപടി: ഇതിങ്കൽ എന്നോട് ഇനി സംസാരിക്കരുത്. നിങ്ങൾ കലഹ ജലത്തിങ്കൽ വെച്ച് എന്നെ വിശുദ്ധീകരിക്കായാൽ അവിടെ കടക്കയില്ല. നിങ്ങൾ തിരിച്ചറിയണം, ചാരികസേരയിൽ ചാരിക്കടന്ന് വായിൽ താമ്പൂല മിശ്രിതവും ചവച്ച് കട്ടിക്കണ്ണാടിയും വെച്ച് ഉറങ്ങുന്ന പൊട്ടനപ്പൂപ്പനാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് വിചാരിക്കരുത്. തെറ്റുകളുടെ പുറകിൽ ശിക്ഷയർപ്പിക്കാൻ ആ കരം ബലത്തോടെ ചലിക്കുന്നു. ആത്മീയൻ തിരിച്ചറിയുക, ചില തെറ്റുകളുടെ തിരിച്ചടി അക്ഷരികമായി കൊയ്യേണ്ടി വരും. അതിന്റെ പരിണിത ഫലം ഭയങ്കരമായിരിക്കും. ഞാൻ നിങ്ങളുടെ വസ്തുത പറയാം. ലോക മനുഷ്യന്റെ വിഷയത്തിൽ തെറ്റിന്റെ അടി കൊയ്യാൻ ദൈവം വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഭക്തന്റെ വിഷയത്തിൽ എത്രയധികം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന റാന്നിയിലെ ടൗൺ ചർച്ചിന്റെ, ദൈവത്തിന് സ്തോത്രം, പ്രവർത്തന കാലഘട്ടത്തിൽ ഒരു പേര് ഞാൻ പറയുന്നില്ല, അവിടെ അടുത്തൊരു സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥലം സഭയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച കർത്തൃദാസന്റെ സ്വന്തം സഹോദരൻ പോയി ഒരു പ്രവർത്തനം ആരംഭിച്ചു. അന്തസ്സും ആഭിജാത്യവും കുലശ്രേഷ്ഠതയും 6 ആങ്ങളമാരുടെ ഏക സഹോദരിയുമായൊരു ദീനാമ സഹോദരി വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ തയ്യാറായി. സ്നാനത്തിനു വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ ക്രമീകരണങ്ങൾ ചെയ്തതിന് ശേഷം അവർ നേരെ പ്രാർത്ഥിച്ചു പാട്ടുപാടി കടവിലേക്ക് നീങ്ങി. പക്ഷേ ആങ്ങളമാരറിഞ്ഞു പെങ്ങളെ മുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. വീട്ടിൽ നിന്ന് 4.5 അടി പൊക്കമുള്ളൊരു ചെങ്കോട്ടപ്പട്ടിയെ കൂടെ അഴിച്ചുവിട്ട്, ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, ഒടുവിലത്തെ രംഗത്തിന് ഞാൻ സാക്ഷിയായതാണ്. നേരെ അദ്ദേഹം അവർ ഒരുമിച്ച് ആറ്റുകടവിലേക്ക് ചെല്ലും മുൻപ് പ്രാർത്ഥനാ മുറിയിലെത്തി. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. ഇത് അമ്മൂമ്മ കഥയല്ലേ കേട്ടോ, നടന്ന സംഭവമാണ്. അകത്ത് കയറിയപ്പോൾ കർത്തൃമേശ ഒരുക്കി വെച്ചിരിക്കുന്നു. ബ്രെഡ് എടുത്ത് പട്ടിക്കിട്ട് കൊടുത്തു. വീഞ്ഞവിടെല്ലാം ഉടച്ചൊഴിച്ചു. അതിനുശേഷം നേരെ ആറ്റുകടവിലേക്ക്. ആറ്റുകടവിലെത്തിയപ്പോൾ ബീനാമ്മ ഇറങ്ങിച്ചെല്ലാൻ നിൽക്കുക. സ്നാനം കഴിയുന്ന സമയമായി കഴിഞ്ഞു. ഓടിയവർ അടുത്തു. സ്നാനം കഴിഞ്ഞു എന്നവർക്ക് മനസ്സിലായി. നേരെ ആ സഹോദരിയെ കടവ് മുതൽ വീട് വരെ പൊതിരത്തല്ലി. എന്തിന്? ആൾക്കൂട്ടം നോക്കി നിൽക്കെ വെള്ളത്തിലോട്ടിറങ്ങി കർത്തൃദാസനെ വലിച്ചഴച്ച് കരയിലോട്ട് കൊണ്ടുവന്ന് ഒറ്റ ഒഴിക്ക് മണൽത്തിട്ടയിലെറിഞ്ഞു. ഊടുപാടടിച്ചു. ഓരോ അടിയിലും സ്തോത്രം 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 എന്ന് പറഞ്ഞതല്ലാതെ ഒരു വാക്കിൽ പോലും പ്രതികരിച്ചില്ല. ഒടുവിൽ വിശ്വാസികൾ ഈ ദൈവദാസനെ കോരിയെടുത്ത് പ്രാർത്ഥനാമുറിയുടെ നടുക്കൊണ്ടുവന്ന് കിടത്തി ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈ സഹോദരിയെ വലിച്ചിഴച്ചുകൊണ്ട് പോയി കിണറ്റിൻകര നിർത്തി സഹോദരങ്ങൾ തോരത്തോരെ വെള്ളം കിണറ്റിൽ നിന്ന് കോരി സ്നാനം കഴുകിക്കളഞ്ഞു. അത്രേ അറിയത്തുള്ളായിരുന്നു.
സ്നാനം കഴുകി കളഞ്ഞു തൊട്ടിക്കകത്ത് വെള്ളം കോരി ഒഴിച്ച് അവസാനം സ്തോത്രം ഈ ദൈവദാസനെ വിശ്വാസികൾ നടുക്ക് കിടത്തി ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ട സർക്കിൾ ഒരു മുസ്ലിമാണ്. അദ്ദേഹം ഒരു കാര്യം അന്വേഷിക്കുവാൻ സീതത്തോടിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയം ഈ പ്രാർത്ഥനാ മുറിയുടെ ഭാഗത്ത് നാട്ടുകാർ പറഞ്ഞനുസരിച്ച് ചെന്നു. ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ളവരില്ലേ, കാര്യം പറഞ്ഞുകൂടെ? ആ സമയം ആ ദൈവദാസൻ കിടക്കുന്ന കിടപ്പിൽ പറഞ്ഞത് കേൾക്കണോ? സാറേ, നിങ്ങളുടെ കോടതി ഞായറാഴ്ചയായി ഇന്ന് അവധിയില്ല, ഞങ്ങളുടെ കോടതി ഞായറാഴ്ചയായി ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണ്. അവധിയെടുക്കാത്തൊരു ജഡ്ജിയും അവധിയില്ലാത്തൊരു കോടതിയും ഞങ്ങൾക്ക് ഉയരത്തിലുണ്ട് സാറേ, ഞങ്ങൾക്ക് കേസില്ല സാറേ. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനായിരുന്നു, കിട്ടിയത് കുറഞ്ഞു പോയി, തലയുടെ കുഴപ്പമാണെന്ന്. എന്തായാലും വേണ്ടില്ല, അവർ അവിടെ നിന്നങ്ങ് പോയി. അന്നേക്കൊരാഴ്ച കഴിഞ്ഞു. അപ്രശസ്തമായ ക്രൈസ്തവ തറവാട് കുടുംബത്തിന്റെ രണ്ടാമത്തെ മട്ടുപ്പാവ് തറയ്ക്ക് മുകളിൽ ആറ്റിൽഡാൻ തോട്ട കൂട്ടമായി കെട്ടിവെച്ചിട്ട് ബാറ്ററിയിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് ലൈനിൽ കണക്ഷൻ കൊടുക്കാനുള്ള 2 ലൈനും ഒരു ബാറ്ററിയും താഴെ ഇരിക്കുമ്പോൾ ആരോ പിള്ളേരറിയാതെ ചെന്ന് ഈ ബാറ്ററിയിലേക്കൊന്ന് കണക്ഷൻ കൊടുത്തു. കൂട്ടമായി മാലപ്പടക്കം പോലെ തോട്ട പൊട്ടി, മേൽക്കൂര മുഴുവൻ ഇടിഞ്ഞിരുത്തി, സഹോദരങ്ങളുടെ ഡെഡ് ബോഡികൾ ചിന്നിച്ചിതറി. എന്നോട് ആ വീട്ടിലെ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, തൊട്ട് താഴത്തെ മുറിയിൽ പൂർണ്ണ ഗർഭിണിയായ ആ സഹോദരി വയറ് പിളർന്ന് തൽക്ഷണം മരിച്ചു. മറ്റൊരു സഹോദരി. എന്തിന്? ചിതറിക്കിടക്കുന്ന ഈ ഡെഡ് ബോഡിയിൽ മനുഷ്യ മാംസത്തിന്റെ ഗന്ധം, വെടിമരുന്നിന്റെ ഗന്ധത്തോടെ ഉയർന്നിൽക്കുന്ന പശ്ചാത്തലത്തിൽ FIR എടുക്കാൻ ആദ്യം വന്നത് തലയാഴ്ച ഹോളിനകത്ത് വന്ന് കേസ് തരാൻ പറഞ്ഞ മുസ്ലിം സർക്കിളാണ്. ദൈവത്തിന് സ്തോത്രം. ചെറുകര ഫിലിപ്പ് വച്ചൻ എന്നറിയപ്പെടുന്ന ഒരു അനുഗ്രഹീതനായ കർത്തൃദാസൻ ജനക്കൂട്ടത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ മുസ്ലിം സർക്കിൾ ജീപ്പ് നിർത്തി അങ്ങോട്ട് കയറിയിട്ട് ഈ ഡെഡ് ബോഡികളുടെ മുൻപിൽ നിന്നിട്ട് 2 കൈകളും ഉയർത്തി പറഞ്ഞ വാചകം കേൾക്കണോ? അല്ലാ, അല്ലാ, നീ ജീവിക്കുന്ന ദൈവമായി ഉയരത്തിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. അല്ലാ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, അദ്ദേഹത്തോട്, ഈ ദൈവദാസന്റെ മേൽ കൈവച്ച വ്യക്തിയോട് അവസാന സുവിശേഷം പറയാൻ ഭാഗ്യം എനിക്ക് കിട്ടി. അദ്ദേഹം അത്ര അനുകൂലമായിരുന്നല്ല പ്രതികരണം. അന്നേക്കൊരാഴ്ച കഴിഞ്ഞ് റാന്നിയിൽ ഞാൻ ഹോസ്പിറ്റൽ എൻട്രൻസിൽ നിൽക്കുമ്പോൾ ഇതാ ഒരു ഡെഡ് ബോഡി പുതപ്പിച്ച് സ്ട്രെച്ചറിൽ ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. തലേ രാത്രിയിൽ വീടിന്റെ പിൻകതക് തപ്പിപ്പിടിച്ച് തുറന്നിട്ട് ഷീറ്റുറയൊഴിക്കാൻ വെച്ചിരുന്ന തനിയാസിഡ് എടുത്ത് കുടിച്ച് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. എന്തിനാ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരമെന്നറിയാമോ? മരിച്ചിട്ടില്ലവൻ. അവൻ ഇന്ന് രാത്രി കണക്ക് തീർക്കാൻ മുകളിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്നേക്ക് 20 കൊല്ലങ്ങൾക്ക് മുൻപ് കോട്ടയം പയസ്റ്റന്റ് കോൺവെന്റിന്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. സിസ്റ്റർ സെബിക്കും 2 പുരോഹിതന്മാർ ഫാദർ പിതൃക്കലും ഒക്കെ രാത്രിയിൽ എന്തിനവിടെ സംഗമിച്ചു എനിക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം. അഭയെ കിണറ്റിലെടുത്തെറിഞ്ഞതാണോ ആത്മഹത്യ ചെയ്തതാണോ അറിയില്ല. ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. അന്നത്തെ എറണാകുളം ഹൈക്കോടതി ജഡ്ജി ബസ്വന്ത് ഇവരെ പോലീസ് പ്രതിയിലേക്ക് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ കോടതി നീതി നിറവേറ്റുമെന്ന് ഓർക്കണം. സത്യം തുറന്നു പറയാൻ ബാധ്യതയുള്ളവർ മൗനം പോലും വലിച്ചാൽ ഇരുൾ മൂടിയ നരകത്തിലായിരിക്കും ഇരിപ്പിടമൊരുങ്ങുക എന്നത് മറക്കരുതെന്ന് എറണാകുളം ഹൈക്കോടതി ജഡ്ജി പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം, ഇതിനേക്കാൾ വലിയൊരു കോടതി, എറണാകുളം ഹൈക്കോടതിയേക്കാൾ വലിയൊരു കോടതി ഇത്രയും ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. ആ കരം ജീവിതത്തിന് നേരെ ഉയർന്നാൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി സ്വയം ചിന്തിക്കണം, കർത്താവേ, വിതച്ചത് കൊയ്യാൻ എനിക്ക് വഴിയൊരുങ്ങല്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിച്ചു നോക്കൂ. പിള്ളേരെല്ലാം കൂടെ വനത്തിൽ നിന്ന് വന്നപ്പം ഒരു പൊതിക്കെട്ടുമായിട്ടാ വന്നേ. പപ്പാ, ഇത് അച്ചാന്റെ അറിവിൽപ്പെട്ട വസ്ത്രമാണോ നോക്ക്. യാക്കോബ് പൊതിക്കെട്ടഴിച്ചിട്ട് വല്ലാതെ കരഞ്ഞു. എന്നാ കരയാൻ കാരണം? മോന്റെ ജോസേഫിന്റെ വസ്ത്രമാണെന്ന് മനസ്സിലായി. കളിപ്പിക്കുകയായിരുന്നു. പച്ചയ്ക്ക് കണ്ണ് കാണുമ്പോ പിള്ളേര് കളിപ്പിച്ചതാ. യാക്കോബേ, ഇത് ബന്ധനമല്ല, ഇത് ശാപമല്ല, ഇത് ക്ഷുദ്രപ്രയോഗമല്ല. കണ്ണ് കാണുന്ന സമയത്ത് നീ കളിപ്പിച്ചതിന്റെ പുറകിലെ ചരിത്രം പുറകിൽ നിൽക്കുന്നുണ്ട്. കണ്ണ് കാണാൻ കഴിയാത്ത കാലത്ത് നീ കളിപ്പിച്ചത് നിനക്കറിയാം.
ഓർക്കുക, കളിപ്പിച്ച ചരിത്രം പുറകിലുണ്ടെങ്കിൽ തിരിച്ചടി കൊയ്യാതെ നിന്റെ കണ്ണടയുകയില്ല. വചനം കേൾക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രത്തോടെ കേട്ടിട്ട് സ്വയം ചോദിക്കണം, ദൈവമേ, ഈ ഉപവാസ പ്രാർത്ഥന ജീവിതത്തിൽ ശുദ്ധീകരണത്തിന്റെ വഴിയാണെങ്കിൽ അടുത്ത ദിവസം എൻ്റെ ജീവിതം കൊണ്ട് വിതച്ചത് കൊയ്യാൻ ഇടയാകാതിരിക്കാൻ എന്നെ തരുന്നെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക. ശബ്ദം ഉയർത്തി, രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനോട് വാ തുറന്നു പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തെങ്കിലേക്ക് ഉയരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ആത്മാവിൽ കാണുന്നു, സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. കൃപ ലഭിച്ച സകല ദൈവമക്കളുടെ മേൽ കർത്താവിന്റെ കണ്ണുകൾ പരന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ കഴുകിയെടുക്കുന്ന രാത്രിയാണ്. നിന്റെ കണ്ണുകൾ അനുതാപത്തിനായി തുറക്കാതിരിക്കത്തക്ക വിധം വാദിക്കുന്ന ചില ബന്ധനങ്ങൾ എതിരെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ ജീവിതത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ചില തിരിച്ചടികളുടെ കാരണങ്ങളെ ആത്മാവിൽ കണ്ടിട്ട് ഈ രാത്രി അതിനെ കുടഞ്ഞു കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ഒരു അസാധാരണ ദൈവാഭിഷേകം കർത്താവ് ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ പകരാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം ഉപയോഗിക്കേണ്ട ചില DL മൂഡിമാർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവം ഉപയോഗിക്കേണ്ട ചില ചാൾസ് സ്പർജന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് തിരിയിട്ട് കത്തിക്കുവാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടാതിരിക്കത്തക്ക വിധം പുറകോട്ട് വലിക്കുന്ന ചില ബന്ധനങ്ങളും കാരണങ്ങളുമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ബലമുള്ള കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. അപ്പനോട്, അമ്മയോട്, മാതാപിതാക്കളോട് അവരുടെ കണ്ണുനീരിന് കാരണമായിരിക്കുന്ന കാര്യങ്ങൾ ഉദരത്തിൽ നിന്ന് ഉരുവാക്കിയവർക്കെതിരെ ഇടപെട്ടതിന് ശേഷം വ്യക്തി ജീവിതത്തിൽ ഉയർത്തിവിട്ട വാക്കുകളുടെ തിരിച്ചടികൾ ജീവിതത്തിൽ കൊയ്യാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ അലറി കരയാൻ കഴിയുമെങ്കിൽ ദൈവാത്മാവ് രാത്രിയിലെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവ് രാത്രി ദൂത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ചില വീടുകളുടെ പുറകിൽ വ്യാപരിക്കുന്ന ചില ബന്ധനങ്ങൾ, ചില മാതാപിതാക്കളുടെ കണ്ണുനീരിന് മുഖാന്തരമായി തീർന്ന ചില കാരണങ്ങൾ, ചില പിതാക്കന്മാരുടെ നിലവിളിക്ക് കാരണമായി തീർന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ കരം ഇറങ്ങി വന്നിട്ട് ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ വിതച്ചത് കൊയ്യാൻ എനിക്ക് വഴിയൊരുങ്ങാതിരിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ കഴുകിയെടുക്കാൻ ദൈവശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ രാത്രി വചനത്തിന് മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം. നിങ്ങൾ മുഖാന്തരം ആരൊക്കെ കരയേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ രാത്രി യോഗം പിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ആത്മാർത്ഥമായി ചിന്തിക്കണം. ഞാന് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സംഭവം പറയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരഭിഷിക്തൻ പാട്ടുപാടാനാ കൊട്ടാരത്തിലെത്തിയത്. പാട്ടുപാടിക്കൊണ്ടിരുന്നപ്പോഴാ കുന്തം അങ്ങോട്ട് എറിഞ്ഞത്. ആ കുന്തം ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ചങ്കിൽ കയറിയില്ല. പക്ഷെ ദൈവം അതിന്മേലൊരു ഡേറ്റ് ഇട്ടു, ഗിൽബോവ പർവ്വതത്തിലെ ഡേറ്റ്. ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാം, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില തിരിച്ചടികൾ വരാതിരിക്കേണ്ടതിന് ഓർത്ത് കരയാൻ ഈ രാത്രി അവസരമൊരുക്കണം. സ്തോത്രം. ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു, ഞാൻ ഒരു സ്ഥലം സന്ദർശിച്ചപ്പോൾ ഒരു അമ്മച്ചിയാണ് പറഞ്ഞു, മോനെ, എനിക്ക് 6 കുഞ്ഞുങ്ങളാ മക്കളെ. 6ാമത്തെ മോനെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന മട്ടിലാണ് ഞാൻ വളർത്തിയത്. പക്ഷേ വിവാഹപ്രായം എത്തിയപ്പോൾ ഞാൻ മുൻകൈയെടുത്ത് അവനൊരു വിവാഹം നടത്തി. കണ്ടാൽ സിനിമാ നടി പോലൊരു പെണ്ണ്. അവൻ അറിഞ്ഞതല്ല, ഞാനാ മുൻകൈയെടുത്തേ. ഒടുവിൽ
കുടുംബജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് വല്ലാത്ത പെരുമാറ്റം തുടങ്ങി. എന്നോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥലത്തിരിക്കുമ്പോൾ ഈ സ്റ്റെയർ കേസ് ചാടിക്കയറി അവനിങ്ങോട്ട് വന്നു. നേരെ എൻ്റെ കഴുത്തിന് കയറി അങ്ങ് പിടിച്ചു. എൻ്റെ കഴുത്തിന് ഞെക്കി, എൻ്റെ നാക്ക് 3-4 അങ്കുലം പുറത്തേക്ക് തള്ളി. എന്നെ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, കഴുത്തിന് ഞെക്കിക്കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, തള്ളേ, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. എൻ്റെ ഭാര്യ പറയുന്നത് കേട്ട്. അല്ല, ഏകാധിപത്യം എടുക്കാൻ വന്നാൽ ഇതിനകത്തൂടെ ഈ ഗ്ലാസ് ഡോറിലൂടെ എടുത്ത് പുറത്തോട്ട് ഞാൻ എറിയും. വല്ല വണ്ടിയും കയറി ഇറങ്ങി വഴി തീരുമെന്ന് ഓർത്തോണം. എന്നിട്ട് അതേ കസേരയിൽ കഴുത്തിന് പിടിച്ചിരുത്തിയിട്ട് പോയി. പാസ്റ്ററേ, നിങ്ങൾ ഓർക്കണം, അധികം താമസിക്കാതെ ബ്രെയിൻ അറ്റാക്കിൽ ആ അമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിന്റെ ഭാഗത്ത് ഒരു വലിയ കമ്പനിയിൽ നിന്നും ഒരു പുത്തൻ വാഹനം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പാഞ്ഞു പോകുന്നതിനിടയിൽ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, എന്താണ് ഭക്ഷണം വേണ്ടത്, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം, നീ ഒന്നും ഉണ്ടാക്കണ്ട പറഞ്ഞു. വാങ്ങിക്കൊണ്ട് പാഞ്ഞ് ഹൈവേ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രക്കുമായി തടിലുപുറിയുമായി വണ്ടി കൂട്ടിയിടിച്ചു. ചിതറിപ്പോയി ആ ബോഡി, ഹാർട്ട് ഡെഡ് ബോഡി. മുഖം പോലും കാണിക്കാതെ ഒരു പെട്ടിയിൽ മുകളിലൊരു ഫോട്ടോ വെച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഞാൻ അവിടെയുണ്ട്. അമ്മ പറഞ്ഞതും ഈ സംഭവം കൂടെ കൂട്ടി വായിച്ചിട്ട് ഞാൻ ചിന്തിച്ചു, അയ്യോ, അറം പറ്റും പോലെ കിട്ടിയല്ലോ. വിതച്ചത് കൊയ്യുകയാ. ഇന്ന് രാത്രി നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ മാതാപിതാക്കൾ കരയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ പാസ്റ്റർ കരയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കറുത്ത വാക്ക് മുഖാന്തരം ഈ മനുഷ്യന്റെ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് കർത്തൃമേശ എടുക്കേണ്ടതോ മുൻ ശുശ്രൂഷകന്മാരുടെ കണ്ണുകൾ നനയേണ്ട രംഗമുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ചതിവ് മുഖാന്തരം നിങ്ങളുടെ ജീവിത പങ്കാളി നിലവിളിച്ചിട്ടുണ്ടോ? ഓർക്കുക, വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. 6 കാര്യങ്ങളും വിശകലനം ചെയ്യാൻ സമയമില്ലെങ്കിലും നിങ്ങളുടെ 2 കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തിക്കാട്ടെ. എൻ്റെ ജീവിതത്തെ കഴുകണമേ കർത്താവേ എന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശാന്തമായി എഴുന്നേറ്റാട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാന്തമായി എഴുന്നേറ്റാട്ടെ. ഞാൻ നിങ്ങളെ അന്യഭാഷയുടെ ഒരു ഉണർവിലേക്ക് എങ്ങും ക്ഷണിക്കുന്നില്ല. ഞാൻ നിങ്ങളെ 2 കൈകളും ഉയർത്തി ഒരു നിമിഷം പിന്നിട്ട ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ക്ഷണിക്കുക. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവമുഖത്തേക്ക് നോക്കിക്കാട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ എവിടെയാണ്? എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുകൾ ഞാൻ മുഖാന്തരം നനയേണ്ടി വന്നിട്ടുണ്ടോ? ശബ്ദമുയർത്തിക്കേ, ശബ്ദമുയർത്തിക്കേ. അന്യഭാഷ പറയാനല്ല, സ്തോത്രം പറയാനല്ല, കരയാൻ കരയാൻ കരയാൻ. പ്രാർത്ഥനയുടെ ദ്രാവക രൂപമായ കവിൾത്തടങ്ങളൊന്ന് നനയാൻ, എന്നെ കഴുകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? എത്ര ദൈവമക്കൾ തയ്യാറാകും? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഒരു വാ പോലും അടഞ്ഞിരിക്കാതെ അനുഗ്രഹം അടുത്ത ദിവസങ്ങളിൽ ഏറ്റുവാങ്ങാനാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ലജ്ജ കൂടാതെ യേശുവേ എന്ന് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിയൊന്ന് പറയാൻ കഴിവുള്ള സഹോദരങ്ങൾ ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാം നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ചില വ്യക്തികളെ കർത്താവ് കാണുക, നിഷ്കളങ്കതയോടെ നിൽക്കുന്ന നിൽപ്പിൽ കർത്തൃസന്നിധിയിൽ നിലവിളിക്കുന്ന ചില വ്യക്തികളുടെ കണ്ണുനീരിനെ കർത്താവ് കാണുകയാ. ഈ രാത്രി കർത്താവിനോടൊന്ന് ഏറ്റുപറഞ്ഞേ, കർത്താവേ, ഇന്ന വിഷയത്തിൽ ഞാൻ തകർന്നു പോയിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ എൻ്റെ ജീവിത പങ്കാളിയെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ വാക്കുകൾ, എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ വാക്കുകൾ, എൻ്റെ കർത്തൃദാസന്മാരോടുള്ള എൻ്റെ വാക്കുകൾ, എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരോടുള്ള എൻ്റെ വാക്കുകൾ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ചില ഇടപാടുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി ഈ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ വന്നൊന്ന് ആലിംഗനം ചെയ്യുകയാ. എൻ്റെ ജീവിതത്തിൻ്റെ തിരിച്ചടികൾക്ക് മുഖാന്തരമായി തീരുന്ന യാതൊന്നും എന്നിൽ സംഭവിക്കാതിരിക്കത്തക്ക വിധം ഇന്ന് രാത്രിയിലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ കഴുകണമേ. ശബ്ദമുയരട്ടെ ദൈവമക്കളെ, ശബ്ദമുയരട്ടെ. കർത്താവിൻ്റെ കണ്ണുകൾ ചിലരെ നോക്കിക്കൊണ്ട് പറയുക, ചിലരെ
ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ അനുവാദം ചോദിച്ചു പഠിക്കൽ കാത്തു നിൽക്കുകയാ. ചിലരെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പിശാച് അനുവാദം ചോദിച്ച് പഠിക്കൽ കാത്തു നിൽക്കുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഒരു വലിയ വിടുതലിന്റെ രാത്രിയായി രാത്രിയെ ദൈവാത്മാവ് തീർക്കും. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പകരാൻ ദൈവത്തിന്റെ കരം ചലിക്കും. ഈ രാത്രിയെ കരങ്ങൾ രണ്ടും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്നിന്ന് രാത്രി ഒന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറയുമെങ്കിൽ ഈ രാത്രി ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. എക്സ്റേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഇടത്തേക്ക്, സ്കാനിങ് റൈസുകൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഇടത്തേക്ക് യേശുവിന്റെ കൺമുനകൾ കത്തിക്കാളി കയറി ചെല്ലുകയാണ്. ഈ രാത്രി കരയാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ കഷ്ടതകൾക്ക് മുഖാന്തരമായി തീരുന്ന ബന്ധനങ്ങൾ ഞാൻ മുഖാന്തരം വരാതിരിക്കത്തക്ക വിധം എന്നെ കഴുകുവാൻ ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ വയ്ക്കുകയാണ്. ഇന്ന് രാത്രി എന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റി കാത്തു നിൽക്കുന്ന ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയണം. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ചൂണ്ടി ആത്മാവിൽ പറയുന്നു, സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ ഉപവാസ പ്രാർത്ഥന 3-ാം രാത്രി നിങ്ങൾ പിരിയുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിന് നേരെ വാദിക്കുകയാണ്. ഒരു നിമിഷം കരഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ സ്വർഗം നിന്നെ തൊട്ടുണർത്തുന്ന രാത്രിയാണ്. ഗ്ലോറി. ആ രണ്ട് കൈകളും ഒരു നിമിഷം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്, കഷ്ടതയുടെ പുറകിലെ ദൈവോദ്ദേശം. ചിലത് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്, ചിലത് യേശുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാനുള്ള മാതൃകയാണ്, ചിലത് ബാലശിക്ഷയുടെ ഭാഗമാണ്. വിശുദ്ധി കൂടാതെ കർത്തൃമേശ കൈനീട്ടിയാൽ ബലഹീനതയിൽ തുടങ്ങി ഒരു പക്ഷേ ശ്മശാന ഉറക്കത്തിൽ വരെ വരാം. ബാലശിക്ഷയുടെ ഭാഗമാണ്. ചിലത് ശോധനയാണ്, ചിലത് മടക്കി വരുത്തലാണ്, ചിലത് വിതച്ചത് കൊയ്യലാണ്. എന്നാൽ ഇന്ന് രാത്രി എന്റെ ജീവിതം കൊണ്ട് വിതച്ചത് കൊയ്യത്തക്ക ശിക്ഷാക്രമങ്ങൾ ഉണ്ടാകാതിരിപ്പാൻ ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ മാത്രം, വ്യക്തമായ ദൈവശബ്ദത്തിന്റെ നിയോഗങ്ങൾക്കായി ജീവിതത്തെ കൈമാറുന്നവർ മാത്രം, സർവശക്തന്റെ സ്റ്റെപ്പുകളും സ്റ്റോപ്പുകളും തിരിച്ചറിയാൻ കൊതിക്കുന്നവർ മാത്രം ആ വലത് കരങ്ങൾ നിങ്ങളുടെ സമർപ്പണത്തിന്റെ ഭാഗമായി മാത്രം ഒന്ന് ഉയർത്തിക്കാട്ടെ. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിങ്ങളോട് ഇടപെടുന്ന ദൈവശബ്ദത്തിൽ ഒരുമിച്ച് കൈ ഉയർത്താനുള്ള ആവേശത്തിന് വിളിച്ചതുമല്ല. എന്റെ ജീവിതത്തെ ഞാൻ നിന്റെ സന്നിധിയിൽ തരികയാണ് കർത്താവേ. ശബ്ദമുയർത്തി വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. അതൊരു കരച്ചിലായി മാറട്ടെ. എന്റെ ജീവിതത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ, അപ്പൻ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത വ്യക്തികളെ എനിക്കറിയാം. അമ്മയോട് സംസാരിച്ചിട്ട് നാളുകൾ പഴകിയവരെ എനിക്കറിയാം. ജീവിത പങ്കാളിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന് ശേഷം ആത്മീയതയെ അഭിനയിക്കുന്ന നരാധവന്മാരെ എനിക്കറിയാം. ഇന്ന് രാത്രി നിങ്ങളെ കാണുന്ന യേശുവിന്റെ മുൻപിൽ എന്നെ കഴുകണമേ കർത്താവേ. ഞാൻ വരും ക്രൂശിങ്കൽ സാധു സർവവും എനിക്കേറ്റിൽ പൂർണ്ണാരെ ശാരേണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാൻ എന്നെ. രാത്രി ആ ഉയർന്ന കരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രാത്രി കിടക്കയിൽ ഇത് ചിന്തിക്കണം. ആഴമായി കരയാവുന്നിടത്തോളം കരയണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളോട് ഇടപെടുന്ന ദൈവശബ്ദത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ യോഗം കഴിഞ്ഞ് വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ വിട്ടുകളയരുത്.
ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറഞ്ഞു നിർത്തുന്നു, കഷ്ടതയുടെ എല്ലാ കാരണങ്ങളും പൈശാചിക ലക്ഷ്യത്തിന്റെ ഭാഗമല്ല. പലതും പല ഉദ്ദേശമാണ്. അതുകൊണ്ട് ഭക്തന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴും ശിക്ഷ ശരീരത്തിൽ അനുഭവിപ്പാൻ വടികൾ അനുവദിക്കുമെങ്കിൽ എത്രയധികം കരയും. കരഞ്ഞാൽ ആ ന്യായവിധിയെ സ്വർഗം മാറ്റി എഴുതും.